وصل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسابقوا وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض. صدق الله العلي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഇവിടെ ഇരിക്കുന്നവർ കുറച്ചിങ്ങോട്ടിരുന്നാൽ പിന്നെ വരുന്നവർക്ക് കയറിയിരിക്കാൻ സൗകര്യം. കുറച്ചിങ്ങോട്ട് അടുത്തോട്ടിങ്ങോട്ട് കുറച്ചിങ്ങോട്ട് അടുത്താണ്, അടുത്ത സ്ഥലം ഉണ്ടാവും. കുറച്ച് മുന്നോട്ട് ഇരിക്കാം, കുറച്ച് മുന്നോട്ട് ഇരുന്നാലേ അങ്ങനെ ആ ഭാഗത്തുള്ളവർക്ക് ഒന്നിങ്ങോട്ട് അടുത്താലേ. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ ഈത്തികാഫിനെ കരുതി ചെറിയ സമയം ഇവിടെ നാം പങ്കെടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഒരു ദിവസം പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വളരെ നേരത്തെ ഇവിടെയുള്ള പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ സഖാഫി വിളിച്ചിരുന്നു, ക്ഷണിച്ചിരുന്നു, പലപ്പോഴും വിളിച്ചിരുന്നു. സമയം റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് പോയതുകൊണ്ട് ഇപ്പൊ റമദാൻ സാധാരണക്ക് വിപരീതമായി ഇടയ്ക്ക് ഞാൻ വരികയാണ്. ഞാൻ നാട്ടിലെത്തിയിട്ടില്ല, ഞാനിപ്പോ യാത്രക്കാരനാണ്. കസറും ജമ്മു ആക്കിയിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. എയർപോർട്ടിലിറങ്ങി നേരെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഈ യാത്രക്കിടയിൽ നേരത്തെ ക്ഷണിച്ചൊരു പരിപാടി മർക്കസ് കോംപ്ലക്സിലെ ഈ പള്ളിയിലായതുകൊണ്ട് ആ ഒരു കടം വീട്ടിയിട്ട് നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സദസ്സുകളും നമ്മുടെ നോമ്പും നിസ്കാരവും മറ്റുള്ള സൽക്കർമ്മങ്ങളുമെല്ലാം അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെപ്പോഴും പരിശുദ്ധ റമദാൻ നമുക്ക് ലഭ്യമായത് നമ്മുടെ മനസ്സ് ശുദ്ധിയാകാനാണ് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ഈ ഭാഗം കൂടി കുറച്ചിങ്ങോട്ടിരുന്നാലേ അവിടെ കയറി വരുന്നവർ അവിടെ തന്നെ ഇരിക്കേണ്ടി വരികയാണ്. അപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടാണ്. കുറച്ചിങ്ങോട്ടിരുന്നാൽ മനസ്സ് വിശാലമായാൽ ഒരുപാട് വിശാലത ഉണ്ടാവും. കുറച്ചിങ്ങോട്ട് എല്ലാവരും ഒന്ന് കുറച്ചുകൊണ്ട് മാറിയിരുന്നാൽ കുറച്ച് ഇവിടെ ഇങ്ങനെ പോ സ്ഥലം ഉണ്ടാവും. ഈ മണൽ കൊണ്ടുപോകുന്ന ലോറിന്റെ രണ്ട് സൈഡിലും എപ്പോഴും നിറയാൻ ബാക്കിയുണ്ടാവും. അതുപോലെ തന്നെയാണ് സദസ്സുകളും എപ്പോഴും രണ്ട് സൈഡിലും സ്ഥലം ബാക്കിയുണ്ടാവും. കുറച്ച് ഇങ്ങോട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് മുമ്പോട്ട്. അപ്പൊ ബാക്കിലുള്ളവരും കൂടി നീങ്ങണം, നിലവിട്ട് കാര്യമുള്ളൂ. കുറച്ചിങ്ങനെ ഇങ്ങോട്ട് നീങ്ങാം. കയറിയിരിക്കാൻ സ്ഥലമില്ല എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കുറച്ചുകൂടി ചാരിയിരിക്കുന്ന ആളുകൾക്ക് വേഗത്തിൽ ഉറക്ക് വരും. ഉറക്ക് വരാതിരിക്കട്ടെ എന്ന് വേർക്കാം. നമ്മുടെ നിയന്ത്രണത്തിൽ
ഒന്നുമില്ല. ഹുവ അദ്ഹക വഅബ്ക, ചിരിപ്പിക്കുന്നവരും കരയിപ്പിക്കുന്നവരും അതുപോലെ ഉറക്കു തരുന്നവരും ഉറക്കം ഇല്ലായ്മ തരുന്നവരും എല്ലാം അള്ളാഹുവാണ്. അതുകൊണ്ട് ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ആരും സദസ്സിലിരിക്കൂല. പക്ഷേ ഉറക്കം എന്നത് മനുഷ്യനെ പിടികൂടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ഉറങ്ങാതിരിക്കണം എന്ന നിയ്യത്തും കൂടി ഇത്തികാഫിന്റെ നിയ്യത്തിന്റെ കൂടെ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ അവസാനമായി നടത്തിയ ഒരു ഖുതുബയുണ്ട്. ആ ഖുതുബ മാത്രമാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റമളാനെ സംബന്ധിച്ചൊക്കെ ധാരാളം വാളുകൾ റമളാൻ തുടങ്ങിയത് മുതലേ കേട്ടിട്ടുണ്ട്, നമ്മൾ ജനിച്ചത് മുതലേയും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കടന്ന് ഇത് സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ ഖുതുബ സംസാരിക്കുന്നത്. അതുകൊണ്ട് മുമ്പ് ഒരു സ്ഥലത്തും സംസാരിക്കാത്ത 35ഓളം കൊല്ലത്തെ പ്രസംഗത്തിൽ ഒരു സ്ഥലത്തും പറയാത്ത ഒരു പ്രസംഗമാണ് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തണം. ഉറങ്ങാൻ വിചാരിക്കുന്നവര് മുമ്പ് കേട്ടതായിരിക്കും വിചാരിക്കണ്ട. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബിൽ ഈമാനിന്റെയും തഖ്വയുടെയും വെളിച്ചം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം അവിടുത്തെ മുന്നിൽ വെച്ച് ഭാര്യമാർ, സ്ത്രീകൾ ഒരൽപ്പം ശബ്ദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ സ്ത്രീകളെല്ലാം ഉള്ളിലേക്ക് ഓടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് ചിരിച്ചുപോയി. ചിരിച്ചപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തിനാണ് അവിടുന്ന് ചിരിച്ചത് എന്ന് അന്വേഷിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ മുമ്പിൽ വെച്ച് സ്ത്രീകൾ അല്പ ഉച്ചത്തിൽ സംസാരിക്കായിരുന്നു. നിങ്ങൾ വരുന്നത് കണ്ടപ്പോ എല്ലാവരും ഓടിപ്പോയി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ത്രീകളെ വിളിച്ചു പറഞ്ഞു, യാ അദുവാത്തി അൻഫുസിഹിന്ന, സ്വന്തം ശരീരങ്ങളെ ആക്രമിച്ചവരാണ് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച് നിങ്ങൾ ഉറക്കെ സംസാരിക്കുകയും പാവപ്പെട്ട ഞാൻ കയറി വരുന്നത് കണ്ടപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തത് ശരിയായില്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഒരു സ്ത്രീയാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അപ്പൊ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചിട്ട് ഇങ്ങ് പോകുന്നതാന്ന് വിചാരിക്കണ്ട, ഞങ്ങളെ പേടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അന്ത അഫല്ലു വഅഗ്ലദു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അല്പം കടുപ്പമാണ് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ലോലമായ നിലക്കാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുന്നിൽ വെച്ച് അല്പം സംസാരിക്കുന്ന ശബ്ദം ആയിപ്പോയാലും അവിടത്തേക്ക് അതിനൊരു ഭയപ്പെടേണ്ട വിഷയമൊന്നുമില്ല. നിങ്ങളങ്ങനല്ല, നിങ്ങൾ പെട്ടെന്ന് കൈവലിക്കുമെന്ന് പേടിക്കും എന്ന് സൂചിപ്പിക്കുന്ന വിധം സ്ത്രീകൾ സംസാരിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സന്തോഷമറിയിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കാണ്, ഓ ഉമർ, മാ കുന്ത സാലിക്കൻ ഫജ്ജൻ ഇല്ലാ കാന ശൈത്വാനു സാലിക്കൻ ഫജ്ജൻ ഗൈറ ഫജ്ജിക. ഉമറേ, നിങ്ങൾ ഒരു റൂട്ടിലൂടെ പോയാൽ ആ റൂട്ടിൽ എവിടെയെങ്കിലും
ശൈത്താനുണ്ടെങ്കിൽ ശൈത്താൻ റൂട്ട് മാറ്റിയിട്ടല്ലാതെ യാത്ര ചെയ്യുകയില്ല. അത്രയും ശൈത്താനിന് ഭയമുള്ള, എല്ലാ തെറ്റുകാർക്കും ഭയമുള്ള, ഏത് മോശമായ കാര്യം ചെയ്യുന്നവർക്കും ചെയ്യാൻ പ്രചോദനം നൽകുന്നവർക്കും ഭയമുള്ള ഒരാളാണ് നിങ്ങൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞാൽ വലതുഭാഗം മഅ്മൂമിങ്ങളിലേക്കും ഇടതുഭാഗം ഖിബ്ലയിലേക്കുമാക്കി തിരിഞ്ഞിരിക്കലാണ് പതിവ്. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ അൻതസ് സലാമു മിൻകസ് സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന സമയം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കാറുള്ളൂ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ പറഞ്ഞതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഇരുന്നതുപോലെ ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഇരുത്തം, അത് ആ ദിക്ർ ചൊല്ലിത്തീരുന്നത് വരെ മാത്രമേ ഇരിക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് വലതുഭാഗം മഅ്മൂമിങ്ങളിലേക്കും ഇടതുഭാഗം ഖിബ്ലയിലേക്കുമാക്കി തിരിഞ്ഞിരിക്കലാണ് പതിവ്. അതുകൊണ്ട് തന്നെ അക്സറു ശാഫിഈ മദ്ഹബിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇമാമ് വലതുഭാഗം മഅ്മൂമിങ്ങളിലേക്കും ഇടതുഭാഗം ഖിബ്ലയിലേക്കുമാക്കി തിരിഞ്ഞിരിക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് പതിവ് എന്നതിന് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ തെളിവുദ്ധരിച്ചു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, കുന്നാ നുഹിബ്ബു തയാമുന യുഖ്ബിലു അലൈനാ ബിവജ്ഹിഹി, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത് ഭാഗത്ത് പോയി നിൽക്കലാണ് നിസ്കാരത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ താൽപര്യം. കാരണം യുഖ്ബിലു അലൈനാ ബിവജ്ഹിഹി, നിസ്കാരം കഴിഞ്ഞാൽ ഞങ്ങളിലേക്ക് മുഖം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഞങ്ങളിലേക്ക് മുന്നിടുന്ന രൂപമുണ്ടാവുക ഞങ്ങൾ വലതുഭാഗത്ത് ആകുമ്പോഴാണ്. ഇപ്പൊ ഇവിടെ ഒരാൾ ഇമാമായി നിസ്കരിച്ചിട്ട് അയാൾ വലതുഭാഗം മഅ്മൂമികളിലേക്കും ഇടതുഭാഗം ഖിബ്ലയിലുമായി നിസ്കരിച്ച് ഇരുന്നാൽ വലതുഭാഗത്തുള്ള ആളുകൾക്കാണ് ഇമാമിന്റെ മുഖം കാണാൻ സാധിക്കുക. അങ്ങനെ മുഖം കൊണ്ട് ഞങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിടുന്ന വിധം ഞങ്ങൾക്ക് വലതുഭാഗത്ത് പോയി നിൽക്കൽ കൂടുതൽ താൽപര്യമായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞ ഹദീസാണ്. വലതുഭാഗം മഅ്മൂമിങ്ങളിലേക്കും ഇടതുഭാഗം ഖിബ്ലയിലുമാക്കി ഇരിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് എന്നതിന് തെളിവായി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് ഇരുന്ന് വരാറുള്ളത്. വേറെയും ചില അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. നേരെ തിരിച്ച് ജനങ്ങളിലേക്ക് അഭിമുഖമായി ഇപ്പൊ ഞാനീ നിൽക്കുന്നത് പോലെ അങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. എഴുന്നേറ്റ് ഇരിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുകയാണ്. സാധാരണ പതിവനുസരിച്ച് തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരാൾ സഫിൽ നിന്ന് എഴുന്നേറ്റ് സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ ഖുതുബ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിനെ ഒന്ന് ചെറുങ്ങനെ എല്ലാവർക്കും അറിയുന്ന ആളാണ്, പരിചയപ്പെടുന്ന ആളാണ്, പരിചയമുള്ള ആളാണ്. ഉമർ ഇബ്നുൽ ഖത്താബിനെ അറിയാത്ത ഒരൊറ്റ മുസ്ലിം ലോകത്തുണ്ടാവില്ല. എന്നാലും ബർക്കത്തിന് വേണ്ടി മാത്രം ഞാൻ പറയാം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അങ്ങനെ പ്രഗത്ഭരായ സ്വഹാബികളൊക്കെ ഉണ്ട്. ഒരാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഇമാമ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്നത് കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം കറാഹത്താണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വ്യക്തമായി വിരോധിക്കപ്പെട്ടതാണ് എന്നാണ്. ഹറാമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വ്യക്തമായും കണിശമായും വിരോധിക്കപ്പെട്ടതാണ് എന്നാണ്. ഹറാമും കറാഹത്തും തമ്മിലുള്ള വ്യത്യാസം, രണ്ടും വിരോധിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഒന്ന് വ്യക്തമായി വിരോധിക്കപ്പെട്ടതാണ്, പ്രത്യേകമായി വിരോധിക്കപ്പെട്ടതാണ്. മറ്റൊന്ന് വ്യക്തമായും കണിശമായും വിരോധിക്കപ്പെട്ടതാണ്. കണിശമായി വിരോധിക്കപ്പെട്ടതിനെ ഹറാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. വ്യക്തമായ വിരോധം ഉണ്ട്, പക്ഷേ കണിശത ഇല്ല. അങ്ങനെയാകുമ്പോൾ അതിന് കറാഹത്ത് എന്ന് പറയും. അതാണ് കറാഹത്തും അതുപോലെ ഹറാമും തമ്മിലുള്ള വ്യത്യാസം.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുന്നു. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ മിഹ്റാബിൽ ഇരിക്കുന്നു പറഞ്ഞു. ഇനിയും കുറച്ചുകൂടി ആൾക്കാർ ഇങ്ങോട്ട് അടുത്താലേ, ഈ കണ്ടങ്ങൾ ആൾക്കാർ നിൽക്കുന്നത് ഒന്നുകൂടി ഇങ്ങോട്ട് അടുത്താലേ അതുകൊണ്ട് ദോഷമൊന്നും വരില്ലല്ലോ. കുറച്ചുകൂടി അടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ പ്രതിഫലം കിട്ടുമല്ലോ. കുറച്ചുകൂടി അത് ഈ അടുക്കൽ അങ്ങനെ നിങ്ങളോട് അടുക്കണം, അല്ലേ പിന്നെ അവിടെ കാര്യം ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങളൊന്നും ഇങ്ങോട്ട് അടുക്കുക. ആൾക്കാരിങ്ങനെ നിൽക്കുന്നതാണ്. കുറച്ച് നിങ്ങൾ മുമ്പിലുള്ളതും കുറച്ച് അടുത്തോളൂ. കുറച്ച് അതൊന്ന് സ്വന്തം തന്നെ ചെയ്താലേ ഞാനിങ്ങനെ ട്രാഫിക്കാന്റെ ആവശ്യമില്ല. കുറച്ച് മുമ്പോട്ട് നിന്നോളൂ. അത് അവിടെ ഇരിക്കുന്ന ആ വാതിലിൽ എത്തിക്കുന്നവർക്ക് മുന്നോട്ട് കയറി, പിന്നെ വരുന്നവർക്ക് കയറാൻ കഴിയുന്നില്ല. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. സഹാബത്ത് എല്ലാവരും ദിക്റും ദുആക്കും വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് പോയി അദ്ദേഹത്തിന്റെ ചുമല് പിടിച്ചു. فهز بمنكبيه فهزه هزة اخذ بمنكبيه فهزه هزة എന്ന് ഹദീസിൽ കാണാം. ചുമല് പിടിച്ചിട്ട് ഇങ്ങനെ താഴോട്ടൊന്ന് അമർത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇജ്ലിസ്, അവിടെ ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും എഴുന്നേറ്റുന്ന ആളെ ഒന്ന് നോക്കി. നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞു, മെഹ്റാബിൽ നിന്ന് പറയാണ്ടിരുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളിക്ക് മെഹ്റാബ് ഉണ്ടായിരുന്നില്ല. മെഹ്റാബ് പിന്നീട് ഉണ്ടാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സ്ഥലത്ത് പിന്നീട് മെഹ്റാബ് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ചെന്നാൽ മെഹ്റാബ് നബി സല്ലല്ലാഹു മെഹ്റാബ് എന്ന് എഴുതി വെച്ചത് കാണാം. ആ മെഹ്റാബ് പിന്നീട് നിർമ്മിച്ചതാണ്. ആദ്യം മെഹ്റാബ് എന്ന നിലക്കുണ്ടായിരുന്നില്ല. അങ്ങനെ പലതും പിന്നീടുണ്ടാക്കിയ പലതുണ്ട്. പള്ളിക്ക് മിനാരം വെക്കുന്നുണ്ട്. മിനാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്നില്ല, അത് പിന്നീടുണ്ടാക്കിയതാണ്. അങ്ങനെ പലതുണ്ട്. ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മിഹ്റാബിന്റെ സ്ഥലത്തു നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അസാബല്ലാഹു ബിക ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനായ ഉമറെ, അല്ലാഹു നിങ്ങളെ കൊണ്ട് സത്യത്തെ എത്തിച്ചിരിക്കുന്നു. നിസ്കരിച്ച ഉടനെ ദിക്റും ദുആയും കഴിയാതെ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുടെ ചുമല് പിടിച്ചിട്ട് ഇജ്ലിസ് എന്ന് പറഞ്ഞ് ഇരുത്തുകയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങളെ കൊണ്ട് അല്ലാഹു സത്യത്തെ എത്തിച്ചിരിക്കുന്നു. മുൻഗാമികളായ ആളുകൾ പലരും നശിച്ചുപോയത് തന്നെ ഫർള് നിസ്കാരത്തിന്റെയും സുന്നത്ത് നിസ്കാരത്തിന്റെയും ഇടയ്ക്ക് വിടവില്ലാതെ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ സ്വഭാവം ഒരു ശരിയല്ലാത്ത കാര്യം, അത് കറാഹത്താണെങ്കിലും ശരി, ഹറാമാകണമെന്നില്ല. കറാഹത്താണെങ്കിലും ശരി, അത് മഹാനവറുകളുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ മഹാനവറുകൾ അനുവദിക്കുകയില്ല. ഇതുകൊണ്ടായിരുന്നു പഴയ കാലത്ത് ഞാൻ ഒരു മഹാനായ പണ്ഡിതനിൽ നിന്ന് കേട്ട ഒരു ചരിത്രമാണ്, കണ്ടിട്ടില്ല. ഞാൻ സാധാരണ ആൾക്ക് കാണാത്ത പറയാറില്ല. കാണാത്ത പറയുകയാണെങ്കിൽ പ്രത്യേകം പറയും. എന്റെ ഉസ്താദിന്റെ ഉസ്താദായ ഒരു വലിയ പണ്ഡിതൻ നാദാപുരത്ത് ദർസുവരത്തിയിരുന്ന മർഹൂം കിഗൻ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു, ഉസ്താദ് അവരിൽ നിന്ന് കേട്ട ഒരു സംഭവമാണ്. വലിയൊരു സംവാദം നടന്നു ഒരിക്കൽ വലിയ പണ്ഡിതന്മാർക്കിടയിൽ. ആ സംവാദം അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനാണ്. ആ അബൂ ത്വാലിബ് അദ്ദേഹം കാഫിറാണോ അല്ലേ എന്നൊരു സംവാദം നടന്നു. ആ സംവാദം നടന്നപ്പോ സംവാദത്തിനു വേണ്ടി ഒരുങ്ങി വന്ന് ആലിമീങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോ ഒരാൾ ചോദിച്ചു മറ്റൊരാളോട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പരസ്യമായി വല്ല കറാഹത്തും നടന്നിട്ടുണ്ടോ? അപ്പോ അദ്ദേഹം പറഞ്ഞു, പരസ്യമായി ഒരു കറാഹത്തും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്നിട്ടില്ല. അവ രണ്ടാമതായി ചോദിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പരസ്യമായി കറാഹത്ത് നടന്നിട്ടില്ല അല്ലേ? എന്നാൽ അവിശ്വാസിയായ മനുഷ്യന്റെ ഖബർ സന്ദർശിക്കുന്നതിന്റെ വിധി എന്താണ്? അപ്പൊ കറാഹത്താണെന്ന് പറഞ്ഞു. ഖബർ സന്ദർശിക്കുന്നതിന് വെച്ചാൽ ഖബറിന്റെ അടുത്ത് പോകുന്നതിനാണ് സന്ദർശിക്കാന്ന് പറയാം, അല്ലാതെ ഫാത്തിഹ ഒന്നും വരക്കൊന്നുമില്ല. ഖബർ സന്ദർശിക്കാത്ത അങ്ങോട്ട് ചെന്ന് നോക്കുന്നതിന്. രോഗീനെ സന്ദർശിക്കാന്ന് പറഞ്ഞാൽ പോയി കണ്ടാൽ തന്നെ സന്ദർശിക്കലാവും. ഖബറിന്റെ അടുത്ത് മുസ്ലിമായ മനുഷ്യന്റെ ഖബർ സന്ദർശിക്കുമ്പോ
അദ്ദേഹത്തിന് സലാം പറയലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കലും സുന്നത്തുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തു പറയണം എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ യർഹമല്ലാഹു മിനൽ മുസ്തഖ്ദിമീന വൽ മുസ്തഖിരീൻ എന്നിങ്ങനെ പറയാൻ വേണ്ടി പഠിപ്പിച്ചതും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ യഗ്ഫിറുല്ലാഹു ലനാ വലക്കും നിങ്ങൾക്കും നമുക്കും അല്ലാഹു തആല പുറത്തു തരട്ടെ എന്ന് ഖബറാളികളോട് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഖബറാളികളോട് പറയാൻ ആവശ്യപ്പെട്ടതും അതുപോലെ ഖബറിന്റെ സമീപത്ത് നിന്ന് അസ്സലാമു അലൈക്കും ദാറഖൗമിൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ യഗ്ഫിറുല്ലാഹു ലനാ വലക്കും അങ്ങനെയൊക്കെ പറഞ്ഞതും അതുപോലെ പറയാൻ വേണ്ടി കൽപ്പിച്ചതുമൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് എന്നാൽ ഖബറിലുള്ളവർക്ക് സലാം പറയാറുണ്ട്, ഖബറിൽ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഖബറിന്റെ സമീപത്ത് വെച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ്. ചില ആളുകൾ ഖബറിന്റെ സമീപത്ത് എന്നാൽ ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. അത് ഹദീസിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്ഫിറുല്ലാഹു ലനാ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ, വലക്കും മരിച്ചു കിടക്കുന്ന നിങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒരേ സമയത്ത് ഖബറിന്റെ അടുക്കൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത്. അപ്പോ അത് മുഅ്മിനീങ്ങളെ ഖബറിന്റെ സമീപത്ത് എന്നിട്ട് ദുആ ചെയ്യുമ്പോഴാണ്. കാരണം മുഅ്മിനീങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വലിയ ബന്ധമാണ്. അത് ഒരു സാധാരണ ബന്ധമല്ല. തീപ്പെട്ടിക്കൊള്ളിയും തീപ്പെട്ടിയുടെ ഒരു സൈഡിൽ കുറച്ച് മരുന്നുണ്ട്, തീപ്പെട്ടിക്കൊള്ളിയുടെ മേലെയും മരുന്നുണ്ട്. ഈ തീപ്പെട്ടിക്കൊള്ളി ആ സ്ഥലത്ത് വെച്ച് ഉരസുന്ന സമയത്താണ് തീ കത്തുന്നത്. ഇതുപോലെ ഈമാനുള്ളവരും സംഗമിക്കുമ്പോഴാണ് ഈമാനും തഖ്വയും വർദ്ധിക്കുന്നത്. നമ്മളിപ്പോ കുറെ ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഈമാനിനും തഖ്വക്കും വർദ്ധനവ് ലഭിക്കും. അത് ഒറ്റക്കൊരാളിരിക്കുന്നത് പോലെയല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലും ഒന്നിച്ചിരുന്ന് ദിക്ർ ചൊല്ലുന്നതിനെ സംബന്ധിച്ചും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചുമൊക്കെ ധാരാളമായി പ്രചോദനം നൽകിയിട്ടുള്ളത്. ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം, മജ്തമാമലവും ഫയദഉ ബഅദുഹും വയുഅമ്മിനു ബഅദുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. ഒരു സമൂഹം ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി ഒരാൾ ദുആ ചെയ്യുകയും മറ്റുള്ളവർ ആമീൻ പറയുകയും ചെയ്താൽ അല്ലാഹു ഏതായാലും ഉത്തരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇതുപോലെ മാ ഹസദതുകുൽ യഹൂദു അലാ ശൈഇൻ കമാ ഹസദതുകും അല തഅമീൻ വസ്സലാം ഫഅക്സിറൂ മിൻ ഖൗലി ആമീൻ. യഹൂദികൾക്ക് ഏറ്റവും അസൂയയുള്ള ഒരു വിഷയമാണ് മുസ്ലിം സമുദായമായ നിങ്ങളോട്. യഹൂദികളുടെ അസൂയ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇപ്പോൾ ഫലസ്തീനിൽ ഈ പരിശുദ്ധ റമദാനിൽ എത്രയോ മുസ്ലിമീങ്ങളെ ഇപ്പോഴും യഹൂദികൾ കൊന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് അവന്റെ കാവൽ നൽകുമാറാണ്. നിങ്ങളോട് വലിയ അസൂയയാണ് യഹൂദികൾക്ക്. അവർക്ക് ഏറ്റവും കൂടുതൽ അസൂയയുള്ള രണ്ട് കാര്യം, നിങ്ങൾ പരസ്പരം സലാം ചൊല്ലുന്നതും നിങ്ങളിൽ ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറയുന്നതുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫഅക്സിറൂ മിൻ ഖൗലി ആമീൻ, അതുകൊണ്ട് ആമീൻ പറയൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മുഅ്മിനീങ്ങളെ ഖബറിന്റെ അടുക്കൽ വെച്ച് നമ്മൾ എത്തുമ്പോൾ ആ മുഅ്മിനായ മനുഷ്യന്റെ ഈമാനും നമ്മളുടെ ഈമാനും തമ്മിൽ കണക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിനേക്കാൾ വലിയ ഫലം വലിയ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മൽ മശാഹിദു ഫലാ തതസാവാ ബൽ ബർക്കത്തു സിയാറത്തിഹാ യതഫാവതു അലാ ഖദ്രി ദറജാതിഹിം. ഓരോരുത്തരുടെയും പദവി അനുസരിച്ച് അവരെ സിയാറത്ത് ചെയ്യുന്നവർക്ക് ഫലം ലഭിക്കുമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇരിക്കട്ടെ, മുഅ്മിനീങ്ങളെ ഖബറിന്റെ സമീപത്ത് എന്നിട്ട് നമ്മൾ സലാം ചെല്ലുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ വെച്ച് പരിശുദ്ധ ഖുർആൻ ഓതാൻ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രത്യേകമായി വസിയ്യത്ത് ചെയ്തതായി കാണാം. അതുപോലെ വ്യക്തമായി പറഞ്ഞതായി കാണാം, ഖബറിന്റെ സമീപത്ത് വെച്ച് കഴിയുന്നത്രയും ഖുർആൻ ഓതണം എന്ന് പറഞ്ഞതായി കാണാം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പോ അബൂ താലിബിന്റെ ഖബർ പരസ്യമായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സിയാറത്ത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഈ പണ്ഡിതൻ മറ്റേ പണ്ഡിതനോട്. അയാൾ പറഞ്ഞുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അതോടുകൂടി സംവാദം തീർന്നു.
സംവാദത്തിലെ ഒന്നാമത്തെ ചോദ്യം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പരസ്യമായി കറാഹത്ത് നടന്നിട്ടുണ്ടോ എന്നാണ്. ഇല്ലാന്ന് സമ്മതിച്ചു. രണ്ടാമത്തെ ചോദ്യം കാഫിറിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ സന്ദർശിക്കുന്നതിന്റെ വിധി എന്താണ് എന്ന്, കറാഹത്താണ് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം കാഫിറിന്റെ അബൂ താലിബിന്റെ ഖബർ പരസ്യമായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സിയാറത്ത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പരസ്യമായി അബൂ താലിബിന്റെ ഖബർ സിയാറത്ത് നടന്ന സ്ഥിതിക്ക് അദ്ദേഹം കാഫിർ എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാൻ വകുപ്പില്ല എന്നാണ് ഈ പണ്ഡിതൻ ആ സംവാദത്തിലൂടെ സമർത്ഥിച്ചത്. അബൂ താലിബിനെ സംബന്ധിച്ച് വലിയ ചർച്ച നടന്നിട്ടുണ്ട്. അസ്നൽ മതാലിബി ഫീ നജാത്തി അബീ താലിബ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഗ്രന്ഥമുണ്ട്. അബൂ താലിബിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ അടിമകളിൽ വെച്ച് അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂ താലിബ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ലളിതമായ ശിക്ഷ നരകത്തിൽ വെച്ച് ലഭിക്കുന്ന ആളാണ് അബൂ താലിബ്. അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂ താലിബ്, നരകക്കാരിൽ വെച്ച് ഏറ്റവും ലഘുവായ ശിക്ഷ ലഭിക്കുന്ന ആളാണ് അബൂ താലിബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, വഹുവ മുതനഇലും ബിനഅലൈൻ, രണ്ട് ചെരുപ്പ് അല്ലെങ്കിൽ രണ്ട് ഷൂ അദ്ദേഹത്തിന് നരകത്തിൽ വെച്ച് നൽകപ്പെടുന്നു, അതാണ് അദ്ദേഹത്തിന്റെ ശിക്ഷ. പക്ഷേ ആ രണ്ട് ഷൂ അദ്ദേഹത്തിന് ധരിപ്പിക്കപ്പെടുമ്പോൾ നരകത്തിലെ ഏറ്റവും ലളിതമായ ശിക്ഷയാണത്. പക്ഷേ രണ്ട് ചെരുപ്പുകൾ അല്ലെങ്കിൽ രണ്ട് ഷൂകൾ അദ്ദേഹത്തിന്റെ കാലിന് തീക്കട്ടയുടെ രണ്ട് ചെരുപ്പ് കൊടുക്കുകയാണ്. ആ ചെരുപ്പ് ധരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലച്ചോറ് തിളച്ചു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസാണ് അബൂ താലിബ് കാഫിർ എന്ന് പറയാൻ പാടില്ല എന്നതിന് പണ്ഡിതന്മാര് പറഞ്ഞ തെളിവ്. എന്തുകൊണ്ട്? നരകത്തിൽ മുസ്ലിമീങ്ങളും കടക്കും, ചിലപ്പോൾ കാഫിരീങ്ങൾ എന്തായിരുന്നാലും കടക്കും. മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ തെറ്റ് ചെയ്തു പോയ ആളുകളുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അത്തരം മുസ്ലിമീങ്ങളും നരകത്തിൽ കടക്കേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാൻ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാനുള്ള അവസരമായി അല്ലാഹു നമുക്ക് നൽകിയ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ. സുഹൃത്തുക്കളെ, മുസ്ലിം മരിച്ചാലും തെറ്റുകാരനാണെങ്കിൽ അവന് നരകത്തിൽ കടക്കേണ്ടി വരും. അവന്റെ ശിക്ഷകൾ അനുഭവിച്ചതിന് ശേഷം ഈമാനോടെ മരിച്ചവനാണെങ്കിൽ അവസാനം അവന് നരകത്തിൽ മോചനം നൽകും. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരു സെക്കൻഡ് സമയം പോലും നരകത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല, പൊറുക്കാൻ കഴിയില്ല. അത് ഞാൻ വിവരിക്കേണ്ടതില്ല. ഞാൻ മിനിഞ്ഞാന്ന് ഒരു സ്ഥലത്ത് നിന്ന് അബൂദാബിയിൽ വെച്ച് പ്രസംഗിച്ച് ഇറങ്ങി വരുമ്പോ ഒരാൾ എനിക്കൊരു ചിത്രം കാണിച്ചു തന്നു. ആ ചിത്രം തീപ്പൊള്ളിയ ഒരു മനുഷ്യന്റെ ചിത്രമാണ്. ആ ഫോട്ടോ കാണാൻ കഴിയുന്നില്ല, അത്രയും പ്രയാസം തോന്നുന്നു കാണുന്ന സമയത്ത്. എങ്കിൽ പിന്നെ അദ്ദേഹത്തിനെ തന്നെ നോക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് ഈ ഭൂമിയിലുള്ള തീയുണ്ട് പൊള്ളിയതാണ്, അല്ലെങ്കിൽ ആ തീ കൊണ്ട് തിളച്ചുമറിയുന്ന വെള്ളം കൊണ്ട് പൊള്ളിയതാണ്. അതിന്റെ പേരിൽ ഇത്രയും വിഷമമുണ്ടെങ്കിൽ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിന്റെ തീ, അത് ഒരു സെക്കൻഡെങ്കിലും ക്ഷമിക്കാൻ കഴിയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലെന്നുറപ്പല്ലേ? അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയം ഏറ്റവും കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സദ്യയെ സംബന്ധിച്ചും മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നതിന് പകരം അല്ലാഹുവിനോട് ധാരാളമായി പറയേണ്ടത്, ഏതൊരു മനുഷ്യനും ഒരു പണി തീരുന്ന സമയത്തല്ലേ കൂലി കിട്ടുക. ആ നിലക്ക് നോമ്പ് തുറക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ റബ്ബിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന സമയമെന്ന നിലക്ക് അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ
വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ചൊല്ലിക്കോ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി. പലരും പറയുന്ന സമയത്ത് അല്ലാഹുമ്മ അഅ്തിഖ്നി എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല. അല്ലാഹുമ്മ എന്ന് കഴിഞ്ഞതിന് ശേഷം അഅ്തിഖ്നി എന്ന അക്ഷരം അത് നമ്മൾ ശരിക്കും മൊഴിഞ്ഞ് ഫത്ഹയോടുകൂടി മൊഴിഞ്ഞുകൊണ്ടാണ് ആ ദിക്ർ അല്ലെങ്കിൽ ആ ദുആ നടത്തേണ്ടത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഅ്തിഖ്നി, എന്നെ നീ മോചിപ്പിക്കണം, മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം. താണ് വീണുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം അത്. അല്ലാതെ വെറും നാവ് കൊണ്ട് ഇങ്ങനെ ചൊല്ലലാകരുത്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. അത് അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ഉള്ള സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം. അസ്സായിമു ഹീന യുഫ്തിറു, നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന സമയത്ത് ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എത്രയോ ആളുകളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മാസമാണിത്. സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ ഉമ്മബാപ്പമാരെയും ഞങ്ങളെ ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും ഞങ്ങളെ സ്നേഹിച്ച സർവ്വ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നിന്റെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണം റഹ്മാൻ. നിന്നോട് അതിന്റെ പേരിൽ ആരും ചോദ്യം ചെയ്യാനില്ല. ഞങ്ങളെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിച്ചതുകൊണ്ട് നിനക്കൊന്നും കുറഞ്ഞു പോകാനില്ല. നിന്റെ അധികാരത്തിനൊരു കുറവും വരാനില്ല. ഞങ്ങൾ നരകത്തിന് അർഹതപ്പെട്ട ധാരാളം തെറ്റുകുറ്റങ്ങൾ വന്നുപോയ അടിമകളായി ഈ പരിശുദ്ധ റമളാനിൽ നീ ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അടിയങ്ങളായ ഞങ്ങളെയും നിന്റെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണം റഹ്മാനെ. തെറ്റുകൾ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അടിയങ്ങളായ ഞങ്ങൾക്കും ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർക്കും ഞങ്ങളെ വളർത്തിയ ഉസ്താദുമാർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ മാപ്പ് നൽകണം റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു സെക്കൻഡ് പോലും ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിൽ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ തെറ്റുകൾ വരാതെ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വന്നുപോയ തെറ്റുകൾ കഴുകി വൃത്തിയാക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂ താലിബ്, നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നവരിൽ ഏറ്റവും ലഘുവായ ശിക്ഷ കിട്ടുന്ന ആള് അബൂ താലിബാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ബോധ്യപ്പെടുന്നു അദ്ദേഹത്തിന് ഈമാൻ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നു. കാരണം അല്ലെങ്കിൽ മുസ്ലിമിന് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ശിക്ഷ ലഭിക്കുകയും അദ്ദേഹം ഏറ്റവും ലഘുവായ ശിക്ഷ ലഭിക്കുകയും ചെയ്യുക എന്നത് സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഈമാനുള്ളവർക്ക് വലിയ ശിക്ഷയും ഈമാനില്ലാത്തവന് ചെറിയ ശിക്ഷയുമാകാൻ വകുപ്പില്ലല്ലോ. അതിനാൽ അദ്ദേഹം നരകത്തിൽ കടക്കുന്നുണ്ട് എന്നത് ശരി. പക്ഷേ അദ്ദേഹം കാഫിർ എന്ന് വിധിച്ചുകൂടാ എന്നത് ഈ ഹദീസ് പഠിപ്പിക്കുന്നുവെന്ന് സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. നമ്മൾ അതൊരു വിവാദമാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു വന്നത്, അബൂ താലിബ് എന്ന് പറയുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനാണ്. നബി തങ്ങളോട് വലിയ സ്നേഹം കാണിച്ച ആളാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വളരെയേറെ ബുദ്ധിമുട്ടിയ ആളാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ടൊന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷേ നാവ് കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലെ ആശയമുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദീ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ. എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദീ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന മുഹമ്മദിന്റെ ദീന് അത് ഏറ്റവും ശരിയായ, ഏറ്റവും ഖൈറായ മതമാണ്, ഏറ്റവും ശരിയായ ആശയമാണ് എന്നതെനിക്ക് ഉറപ്പുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പക്ഷേ ലൗലൽ മലാമത്തു വൽ ഹദാറു മസബ്ബതി ലവജത്തനി സംഹം ബിദാക മുബീനാ.
എന്റെ ആളുകളും എന്റെ സ്നേഹിതന്മാരും എന്റെ ബന്ധുക്കളും എന്നെ ആക്ഷേപിക്കുമെന്ന് പേടിച്ചതുകൊണ്ട് ഞാനത് വ്യക്തമായി പറയാനില്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ ആശയപരമായി അവർ അതേ ശരിയായ ആശയം വിശ്വസിക്കുന്നു, അതാണ് ശരിയെന്നവർ അംഗീകരിക്കുന്നു, അവർ ചെയ്യുന്നതാണ് ശരിയെന്നവർ വിശ്വസിക്കുന്നു. പക്ഷേ ആ രംഗത്ത് തുറന്ന് പറയാൻ അവർ മടിക്കുന്നു. ഇതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനായ അബൂ താലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പറഞ്ഞു കിട്ടിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നരകത്തിൽ കടക്കേണ്ടി വരുന്നത്. പരസ്യമായി അദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുകയും കൂടി ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹം നരകത്തിൽ കടക്കേണ്ടി വരില്ലായിരുന്നു. ഇത് പറയാത്തതിന്റെ പേരിൽ നരകത്തിൽ കിടക്കുന്നുണ്ട്. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ പൂർണ്ണമായും അദ്ദേഹം അത് ഉറപ്പിച്ചു വെച്ചതിനാൽ അദ്ദേഹത്തെ കാഫിറെന്ന് വിളിക്കണ്ട എന്നാണ് ഒരു പക്ഷം പണ്ഡിതന്മാര് പറഞ്ഞത്. ഇരിക്കട്ടെ, ഞാൻ ആ വിഷയം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന കാലത്ത് പരസ്യമായ ഒരു കറാഹത്ത് നടന്നിരുന്നില്ല. ആ നിലക്ക് ശൈത്താൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടക്കുന്ന റൂട്ടിൽ വെച്ച് റൂട്ട് മാറ്റിയിട്ടല്ലാതെ യാത്ര ചെയ്യുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞ വളരെ ബഹുമാനമുള്ള, വളരെ നിഷ്കർഷതയുള്ള, ദീനിന്റെ വിഷയത്തിൽ വളരെ നിഷ്കർഷതയുള്ള ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, ഉമറേ, എനിക്ക് അല്ലാഹു സ്വർഗം കാണിച്ചു തന്നു. ഞാൻ ആ സ്വർഗത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്തൊരു നല്ല ഭംഗിയുള്ള മാളിക കണ്ടു. ആ മാളിക വളരെ ആകർഷണീയമായ മാളികയാണ്. ആ മാളിക കണ്ടപ്പോൾ ഞാൻ ആ മാളികയിലൊന്ന് കയറണമെന്ന് എനിക്ക് തോന്നി. ഒരു സ്ത്രീ ആ മാളികയുടെ സമീപത്ത് വെച്ച് ഒതുവെടുക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ചോദിച്ചത് ആരുടെ വീടാണ്? ആരുടെ വീടാണെന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വീടാണെന്ന് മറുപടി ലഭിച്ചു. ഞാൻ നിന്റെ വീടൊന്ന് കയറി കാണണമെന്ന് എന്റെ മനസ്സിൽ തോന്നി. ഞാനങ്ങോട്ട് കയറാൻ നോക്കുമ്പോൾ ദക്കർതു ഗൈറത്തക, ഉമറേ, നിന്റെ വീട്ടിലേക്ക് ഞാൻ നിന്നോട് ചോദിക്കാതെ നീയില്ലാതെ കയറിയാൽ നിനക്ക് വെറുപ്പ് പിടിക്കുമോ എന്ന് തോന്നിയിട്ട് ഞാൻ കയറിയില്ല എന്നർത്ഥം വരുന്ന വാചകം മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പൊട്ടി കരഞ്ഞുപോയി. അലൈക അഗാറു യാ റസൂലല്ലാഹ്. നബിയെ, ഒരു റൗഡിയായി, ഒരു പോക്കിരിയായി, ഒരു തമ്മാടിയായി, ഒരു കുഴപ്പക്കാരനായി, ഒരു വലിയ പരുഷമുള്ള സ്വഭാവക്കാരനായി ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ എനിക്ക് സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും എല്ലാ നന്മയുടെയും വെളിച്ചം നൽകി എന്നെ റബ്ബിലേക്ക് കൊണ്ടുപോവുകയും റബ്ബിലേക്ക് അടുപ്പിക്കുകയും അവന്റെ സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റി തീർക്കുകയും ചെയ്ത എന്റെ എല്ലാ നന്മയുടെയും നിമിത്തമായ വ്യക്തിയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചിന്തയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അലൈക അഗാറു യാ റസൂലല്ലാഹ്. അവിടുത്തെ കാരണം കൊണ്ടല്ലേ എനിക്കെല്ലാം ലഭ്യമായത്, എല്ലാവർക്കും എല്ലാം ലഭ്യമാകുന്നത്. എങ്കിൽ പിന്നെ എനിക്ക് അല്ലാഹു സ്വർഗത്തിലൊരു മാളിക തരുന്നുണ്ടെങ്കിൽ ആ മാളികയും നബിതങ്ങൾ മുഖേന കിട്ടുന്നതല്ലേ എന്ന ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്ന അലൈക അഗാറു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോട് എന്റെ മനസ്സിൽ എന്റെ വീട്ടിൽ കയറിയാൽ എനിക്ക് വിഷമം തോന്നുമോ? എനിക്ക് വെറുപ്പ് തോന്നുമോ? ഉന്നതമായ സ്ഥാനം
അല്ലാഹുവിന്റെ അടുക്കൽ ലഭ്യമായ ഔലിയാക്കളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ വലിയ ലോകത്ത് അമ്പിയാക്കളെ കഴിഞ്ഞാൽ അമ്പിയാക്കളെ സ്ഥാനം ഒരിക്കലും ഒരു വലിയനും ലഭിക്കുകയില്ല. അമ്പിയാക്കളെ കഴിഞ്ഞാൽ ലോകത്തുള്ള ഔലിയാക്കളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള വ്യക്തിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു സാധാരണ മലക്കിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ അത്തരം ഔലിയാക്കൾക്ക് സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള മഹാന്മാരാണവർ. ആ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അവസാനത്തെ ഖുത്ബയിൽ പറഞ്ഞ വാചകമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ ഖുത്ബ, ഇന്നകും ലം തുഖ്ലഖൂ അബസാ, ഇന്നകും ലം തുഖ്ലഖൂ അബസാ, നിശ്ചയമായും നിങ്ങളാരെയും അല്ലാഹു വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, ഖുർആനിൽ അല്ലാഹു ചോദിച്ചില്ലേ, നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചു പോയോ നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചു വിട്ടതാണെന്ന് വിചാരിച്ചു പോയോ? അങ്ങനെ വിചാരിക്കേണ്ടതില്ല. ഒന്നുകൂടി കുറച്ച് മുന്നോട്ടിരുന്നോളൂ. ഒരു തസ്ബീഹും കൂടി ചെല്ലായിലെടുക്ക്. കുറച്ച് മുന്നോട്ടല്ല, തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് കുറച്ച് മുന്നോട്ട്. അതുകൊണ്ടൊന്നും വരാനില്ല, ഞാൻ കുറച്ച് ബേക്കോട്ടും. മുന്നിലുള്ളവർക്ക് വിഷമാണ്ട. ഒരു തസ്ബീഹ് അതിലെടുക്കും, ഉറക്കൊക്കെ പോകാനല്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبح اسم ربك الأعلى سبحان ربي الأعلى سبح اسم ربك الأعلى എന്ന് കേൾക്കുമ്പോ ചെല്ലൽ സുന്നത്തുള്ള ഒരു ദിക്റാണ് സുബ്ഹാന റബ്ബിയൽ അഅല. കേൾക്കുന്നവർക്കും ഓതുന്നവർക്കും ഒക്കെ സുന്നത്താണ്. അതിന്റെ അർത്ഥം സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല മാത്രം ഞാൻ 3-4 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ സീഡുകൾ ലഭ്യമാണ്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, ഏറ്റവും ഉന്നതനായ റബ്ബിനെ നിങ്ങൾ വാഴ്ത്തുക, പുകഴ്ത്തുക, അവന്റെ പരിശുദ്ധതയെ വാഴ്ത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് വിശദമായി ഇപ്പോൾ പറയുന്നില്ല. അപ്പൊ തസ്ബീഹ്, അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക എന്നത് അടിമകളായ നമ്മുടെ കടപ്പാടാണ്. എത്രയും തസ്ബീഹ് വർദ്ധിപ്പിച്ചാൽ അത്രയും നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമാണ്. നമ്മുടെ പഴയ കാലത്ത് വഅദ് പറയുന്ന ആലിമീങ്ങൾ വഅദിന്റെ ഇടക്ക് ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറയും. അപ്പൊ എല്ലാവരും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു, രണ്ടും തസ്ബീഹാണ്. ഖാലല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അസ്സ വജല്ല എന്ന് പറഞ്ഞാൽ അതൊരു തസ്ബീഹാണ്. അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന ഒരു വാചകമാണ്. അസ്സ, അല്ലാഹു തആല ഇസ്സത്തുള്ളവനാണ്. വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മഹത്വമുള്ളവരാണ് എന്ന് അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന വാചകമാണ് അസ്സ വജല്ല എന്ന് പറയുന്നത്. അസ്സ വജല്ല, അത് രണ്ടും അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന വാചകം. ജല്ല എന്ന് പറഞ്ഞതും അസ്സ എന്ന് പറഞ്ഞതും രണ്ടും പുകഴ്ത്തി പറയുന്ന വാചകമാണ്. അത് പറയും ആലിമീങ്ങൾ. അപ്പോൾ സദസ്സിലുള്ളവരൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ട് സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു പരിശുദ്ധനാണ്, അവൻ ഉന്നതനാണ്, അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് റബ്ബിനെ പുകഴ്ത്തി സദസ്സിലുള്ളവരെല്ലാവരും തസ്ബീഹ് ചൊല്ലും. പഴയ കാലത്ത് വഅദ് പറയുമ്പോൾ അങ്ങനെയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യമായി തന്നെ പറഞ്ഞ കാര്യം, ഇന്നകും ലം തുഖ്ലഖൂ അബസാ,
നിങ്ങളാരെയും വെറുതെ പടക്കപ്പെട്ടതല്ല. വലൻ തുത്രകൂ സുദാ, നിങ്ങളെ വെറുതെ അങ്ങ് കൈയൊഴിക്കുകയും ഇല്ല. നിങ്ങളാരും വിചാരിക്കേണ്ടതില്ല നിങ്ങളെ ഈ ചെറിയ കാലഘട്ടത്തിലുള്ള ജീവിതം കൊണ്ട് ജീവിതം തീർന്നു പോകുമെന്നോ, ഇവിടെയുള്ള വിഷയം കൊണ്ട് കാര്യം അവസാനിച്ചുവെന്നോ ഒരാളും വിചാരിക്കേണ്ടതില്ല. ഓ സുഹൃത്തുക്കളെ, പഴയകാലത്ത് നമ്മൾ കണ്ട നേതാക്കന്മാരെവിടെ? പഴയകാലത്ത് നമ്മൾ കണ്ട രാജാക്കന്മാരെവിടെ? പഴയകാലത്ത് നമ്മൾ കണ്ട പണക്കാരെവിടെ? പഴയകാലത്ത് നമ്മൾ കണ്ട പണ്ഡിതന്മാരെവിടെ? പഴയകാലത്ത് നമ്മൾ കണ്ട സാദാത്യങ്ങളെവിടെ? പഴയകാലത്ത് നമ്മൾ കണ്ട നമ്മുടെ ഉമ്മബാപ്പമാരെവിടെ? നമ്മുടെ ഗുരുനാഥന്മാരെവിടെ? പലരെയും നോക്കുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നില്ല. നേരത്തെ നമ്മുടെ കൂടെ തറാവീഹ് നിസ്കരിച്ച പലരെയും ഇപ്പോൾ നമ്മൾ കാണുന്നില്ല. തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയ ബാപ്പയെ ഇപ്പോൾ കാണുന്നില്ല. അന്ന് തറാവീഹിന് ഇമാമത്ത് നിന്നിരുന്ന ഉസ്താദിനെ ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിൽ പലർക്കും അനുഭവങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ആരും ഇവിടുത്തെ ജീവിതം കൊണ്ട് അവസാനിച്ചു പോയി എന്ന് ആരും ധരിക്കേണ്ടതില്ല. നിങ്ങളാരെയും വെറുതെ ലോകത്ത് സൃഷ്ടിച്ചതാണെന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആകാശങ്ങളും ഭൂമികളും നക്ഷത്രങ്ങളും ഗാലക്സികളും, അതേ കരയും കടലും മത്സ്യവും സസ്യവും, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും, ചെറിയ ഉറുമ്പുകൾ മുതൽക്ക് ആനകൾ വരെ, സുബ്ഹാനല്ലാഹ്, ഓരോ സസ്യങ്ങളിലുമുള്ള നല്ല നല്ല പുഷ്പങ്ങൾ വരെ, കായകൾ വരെ, ധാന്യങ്ങൾ വരെ എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയല്ലേ? ആ മനുഷ്യന് എന്തെല്ലാം രൂപത്തിലുള്ള വസ്തുക്കളാണ് അല്ലാഹു സൃഷ്ടിച്ചു കൊടുത്തത്. ഒരാൾക്ക് ഒന്നിന്റെ രുചി പറ്റുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് മറ്റൊന്നിന്റെ രുചി ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരാൾക്ക് ഒരു കാര്യം ഇഷ്ടപ്പെടുന്നുണ്ട്, മറ്റൊരു കാര്യം വെറുക്കുന്നുണ്ട്. ഈ വെറുക്കുന്ന കാര്യം വേറെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയല്ലേ ലോകത്തുള്ള ഏത് വസ്തുക്കളും നമ്മൾ കാണുന്നത്? അങ്ങനെ എല്ലാ മനുഷ്യർക്കും ആവശ്യമായ കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ട് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅ്ലമൂൻ. തേങ്ങ തന്നെ എത്ര ഇനം തേങ്ങകളാണ്, മാങ്ങ എത്ര ഇനം മാങ്ങകളാണ്, ആപ്പിൾ എത്ര തരം ആപ്പിളുകളാണ്, അങ്ങനെ നെല്ല് എത്ര തരം നെല്ലുകളാണ്, ഗോതമ്പ് എത്ര തരം ഗോതമ്പുകളാണ്. അങ്ങനെ ചോദിക്കട്ടെ, ഓരോന്നോരോന്ന് എത്ര വിധമാണ്, മത്സ്യങ്ങൾ എത്ര വിധമാണ്, മാംസങ്ങൾ എത്ര വിധമാണ്, പാല് ഏതെല്ലാം ജീവിയുടെ പാലുകളാണ്, രോമങ്ങൾ ഏതെല്ലാം ജീവികളുടെ രോമങ്ങളാണ്. അങ്ങനെ നിങ്ങളൊന്ന് എണ്ണി നോക്കൂ. അല്ലാഹുവിന്റെ കോടിക്കണക്കായ സൃഷ്ടികളെ എണ്ണി നോക്കിയാൽ നിങ്ങൾക്കും എനിക്കും എണ്ണി തീർക്കാൻ കഴിയുമോ? പോട്ടുകട്ടെ, നമ്മുടെ മനസ്സിലൂടെ കടത്തി തീർക്കാൻ കഴിയുമോ? ഇന്ന് നേരം വെളുത്തതിന് ശേഷം തന്നെ നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എത്ര അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ എത്ര അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും ശ്വാസം കഴിക്കുന്ന സമയത്ത് ആ ശ്വാസത്തിന്റെ വില നമ്മൾ അറിയുന്നില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിന്റെ വില അറിയുന്നില്ല. അതിനപ്പുറം നമ്മൾ കുടിച്ച വെള്ളം തന്നെ ശരീരത്തിൽ ഒഴിഞ്ഞു പോകുമ്പോൾ അതില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഹാറൂൻ റഷീദ് രാജാവിന്റെ സമീപത്ത് ഇബ്നു സമാക്ക് റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെട്ടു. വെള്ളം കൊണ്ടുവന്നു രാജാവിന്റെ മുന്നില്. വെള്ളം കുടിക്കാൻ നോക്കുന്ന സമയത്ത് പറഞ്ഞു, കുടിക്കല്ല, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളൊരു സ്ഥലത്ത് കുടുങ്ങിപ്പോയിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. അങ്ങനെ വെള്ളം കിട്ടാതെ നിങ്ങൾ വിഷമിച്ച് ദാഹിച്ച് അങ്ങേ തലക്കെത്തിയപ്പോ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടാൻ നിങ്ങൾ എത്ര ചെലവഴിക്കുമെന്ന് ചോദിച്ചു ഹാറൂൻ റഷീദ് രാജാവിനോട്. സുബ്ഹാനല്ലാഹ്,
വെള്ളം എവിടെയും കിട്ടാനില്ല, കുടിച്ചില്ലെങ്കിൽ ഇപ്പൊ മരിക്കുമെന്ന് തോന്നുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് നിങ്ങൾ എന്ത് കൊടുക്കും? ഹാറൂൻ റഷീദ് രാജാവ് പറഞ്ഞു, ഞാൻ എന്റെ അധികാരത്തിന്റെയും പണത്തിന്റെയും പകുതി ഭാഗം ഞാൻ ആ വെള്ളത്തിന് വേണ്ടി കൊടുക്കും. ഓ ഇരിക്കട്ടെ രാജാവേ, നിങ്ങൾ അങ്ങനെ രാജാവിനായ നിങ്ങൾ വെള്ളം വാങ്ങി അത് കുടിച്ചു എന്നിരിക്കട്ടെ. കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ വെള്ളമൊന്ന് പുറത്തു പോകണം. അങ്ങനെ പുറത്തു പോകാൻ നിങ്ങൾക്ക് മൂത്രമൊഴിഞ്ഞു കിട്ടുന്നില്ല. അങ്ങനെ നിങ്ങളങ്ങ് പ്രയാസപ്പെട്ടു പോയാൽ നിങ്ങൾ ആ സമയത്ത് എന്തു കൊടുക്കും? നിങ്ങളെ മൂത്രമൊന്ന് ഒഴിഞ്ഞു കിട്ടാൻ. രാജാവ് പറഞ്ഞു, അങ്ങനെ ആകുമ്പോൾ എന്റെ ബാക്കി പകുതിയും കൂടി ഞാനതിന് കൊടുക്കും. ഓ രാജാവേ, ആകയാൽ നിങ്ങളെ രാജകീയ പദവിയും നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ പണവുമൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിന് തികഞ്ഞിട്ടില്ലല്ലോ. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്ന സമയത്ത് ആ അനുഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാകില്ല. മൂത്രമെന്ന് പോകുന്നത് ബന്ധായി പോയാൽ അപ്പോഴാണ് ആ അനുഗ്രഹത്തിന്റെ വലിപ്പമറിയുന്നത്. ശ്വാസമെന്ന് മുട്ടുമ്പോഴാണ് ശ്വാസത്തിന്റെ വലിപ്പമറിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം ഒന്ന് നിലച്ചു പോകണമെന്നില്ല. നിലച്ചാൽ മനുഷ്യൻ ബാക്കിയില്ല. അതിനൊരു ചെറിയ ട്രബിൾ സംഭവിക്കുമ്പോൾ മനുഷ്യന്റെ വേദന എത്രയാണ്, പ്രയാസം എത്രയാണ്, എന്തും ചെലവഴിക്കാൻ തയ്യാറാണ്. ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഒരു ഡയാലിസിസ് ചെയ്യാനുള്ള മെഷീന് വാങ്ങാൻ എത്ര സംഖ്യ വേണം? അത് വർക്ക് ചെയ്യാൻ എത്ര ലിറ്റർ വെള്ളം വേണം? അതിനെത്ര ഡോക്ടർമാരോ അല്ലെങ്കിൽ അത് നടത്തുന്നവരോ വേണം? ചോദിക്കട്ടെ, അങ്ങനെ എന്തെല്ലാം വേണം? ഇതെല്ലാം കൂടി ചെയ്തിട്ടും ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള രോഗങ്ങളൊന്നും നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തരാതിരിക്കട്ടെ. രോഗമുള്ളവർക്ക് അല്ലാഹു ശമനം നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ ഒരു വസ്തു, ആ കിഡ്നി എന്ന വസ്തു ശരിക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അനുഗ്രഹങ്ങൾ ആയിരക്കണക്കിന് ഒരേ സമയത്ത് ചൊരിച്ചു കൊടുത്ത രാജാവ് അത് റബ്ബിനോട് ചോദിച്ചിട്ട് തന്നതല്ല. എന്റെ കിഡ്നി ഞാൻ ചോദിച്ചിട്ട് തന്നതല്ല, എന്റെ ഹാർട്ട് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, എന്റെ കണ്ണ് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, എന്റെ കാത് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, എന്റെ നാവ് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, എന്റെ ഒന്നും ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല. കാരുണ്യവാനായ റബ്ബ് ഈ പാവപ്പെട്ട എന്നെ സൃഷ്ടിക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെയും അവൻ തന്നതാണ്. അതെല്ലാം തന്ന രാജാവ് നമ്മോട് പറഞ്ഞൊരു വിഷയമാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചത് എന്നെ അറിഞ്ഞുകൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, ഇബാദത്തിന് മാത്രമാണെന്ന് പറയുമ്പോ നമുക്ക് ബിസിനസ് നടത്തണ്ടേ, നമുക്ക് ജോലിയെടുക്കണ്ടേ, നമുക്ക് പഠിക്കണ്ടേ, നമുക്ക് പഠിപ്പിക്കണ്ടേ, നമുക്ക് പലതും ചെയ്യേണ്ടതില്ലേ? വേണം. അതെല്ലാം ജീവിക്കാൻ വേണ്ടിയാണ്. ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതെല്ലാം ജീവിക്കാൻ വേണ്ടിയാണ്. ഒന്നുകിൽ നമുക്ക് ജീവിക്കാനാണ്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ജീവിതം കൊടുക്കാനാണ്. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? ജീവിക്കുന്നത് റബ്ബിനെ അറിഞ്ഞുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്യാനാണ്. അതിനാണ് പടച്ചിട്ടുള്ളതെന്ന് റബ്ബ് തന്നെ പറയുകയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഖാല അല്ലാഹു അസ്സ വജൽ. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിക്കുന്നത്, ഇന്നകും ലം തുഖ്ലഖൂ അബസാ, നിങ്ങളെ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല, വലം തുത്രകൂ സുദാ, നിങ്ങളെ വെറുതെ കൈയൊഴിക്കുകയുമില്ല. പറയാനുള്ളത്, വഇന്നലക്കും ആദൻ യൻസിലുല്ലാഹു ഫീൽ ഫസ്ലി ബൈന ഇബാദി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്കിടയിൽ തീരുമാനമെടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിലേക്ക് നിങ്ങളെ അവൻ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്.
ഫഖദ് ഖാബ വഖസിറ മൻ ഖറജ മിർ റഹ്മത്തില്ലാഹ്. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്ത മനുഷ്യൻ പരാജയപ്പെട്ടുപോയി. അല്ലാഹുവിന്റെ കാരുണ്യമോ അല്ലതീ വസിഅത് കുല്ല ശൈ, എല്ലാ വിഷയത്തിലും എല്ലാവർക്കും വിശാലമായ റബ്ബിന്റെ കാരുണ്യം ആ ദിവസം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ പരാജയപ്പെട്ടുപോയി. ഇത് പരാജയത്തിന്റെ ലോകമല്ല, ഇത് വിജയത്തിന്റെയും ലോകമല്ല. നമ്മൾ ചിലപ്പോൾ ഒരു കച്ചവടത്തിൽ കുറച്ച് പുരോഗതി ഉണ്ടായാൽ എന്റെ കച്ചവടം വിജയിച്ചുവല്ലേ, ഞാൻ വിജയിച്ചു എന്ന് പറയും. ജോലിയിൽ പുരോഗതി ഉണ്ടായാൽ ഞാൻ വിജയം കൈവരിച്ചു എന്ന് പറയും. പരീക്ഷയിൽ മാർക്ക് കിട്ടിയാൽ വിജയം കൈവരിച്ചു എന്ന് പറയും. ഇലക്ഷനിൽ വിജയിച്ചാൽ വിജയിച്ചു എന്ന് പറയും. പക്ഷേ അതൊന്നും വിജയമല്ല. അതൊക്കെ ഈ യാത്രക്കിടയിലുള്ള ഒരു ചെറിയ കാര്യമാണ്. കുറഞ്ഞ കാലഘട്ടത്തിൽ അതാ മനുഷ്യൻ ആഖിറത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ യാത്രക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും വിഷമങ്ങളും എല്ലാം താൽക്കാലികമാണ്. യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് യഥാർത്ഥ ലോകത്തുള്ള വിജയമാണ്. യഥാർത്ഥ ലോകമെന്ന് പറയുന്നത് അവസാനിക്കാത്ത ലോകമാണ്. ആ ലോകത്തുള്ള വിജയം കൈവരിക്കാൻ കഴിയാതെ റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് വിട്ടുപോയവൻ അവനതാ നഷ്ടപ്പെട്ടുപോയി. വഹുരിമ ജന്നതൻ അർളുഹ السماوات والأرض ألا ترون أنكم في أصلاب الهالكين. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുതുബയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാത്തവൻ ആ ദിവസത്തിൽ വഹുരിമ ജന്നതൻ അർളുഹ السماوات والأرض, ആകാശഭൂമികളുടെ വിശാലതയുള്ള വലിയ തോട്ടവും സ്വർഗവും ഒക്കെ ഉണ്ടല്ലോ, ആ മഹത്തായ സ്വർഗം ലഭിക്കാത്തവൻ പരാജയപ്പെട്ടുപോയി. അലാ തറൗന അന്നകും ഫീ അസ്ലാബിൽ ഹാലികീൻ, നിങ്ങൾക്കറിയില്ലേ മരിച്ചുപോയവരുടെ മുതുകിലായിരുന്നില്ലേ നിങ്ങൾ? അതേ മരണപ്പെട്ടുപോയ ബാപ്പയുടെ മുതുകിലായിരുന്നില്ലേ ഞാൻ? എന്റെ പിതാവ് അവിടുന്ന് മുമ്പ് മരണപ്പെട്ടുപോയ ബാപ്പയുടെ മുതുകിലായിരുന്നില്ലേ? അങ്ങനെ മരണപ്പെട്ടു പോയവരുടെ മുതുകിലായിരുന്നില്ലേ നിങ്ങൾ? വസയരിസുഹാ ബഅദകുമുൽ ബാഖൂൽ, നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കാലശേഷം ആരാണോ ബാക്കി വരുന്നത്, നിങ്ങളുണ്ടാക്കി വെച്ച പണം, നിങ്ങളുണ്ടാക്കി വെച്ച അധികാരം, നിങ്ങളുണ്ടാക്കി വെച്ച കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളെ ശേഷം കാലശേഷം ജീവിക്കുന്നവർ അനന്തരമെടുക്കും. അങ്ങനെ പോയാൽ കദാലിക ഹത്താ തുറദ്ദ ഇലാ ഖൈരിൽ വാരിസീൻ, അവസാനം ഇങ്ങനെ പോയി ഖൈറുൽ വാരിസീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എടുക്കുന്നു. ആരുമില്ലാത്തൊരവസ്ഥാവിശേഷം വരുന്നു. മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് മക്കളില്ലാത്ത സമയത്ത് നടത്തിയ ദുആഉണ്ട് ഖുർആനിൽ, റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. ഞാനിപ്പോ വരുമ്പോ പ്ലെയിനിൽ സമീപത്തിയിരിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ അമ്മോശം മരിച്ചിട്ട് നാട്ടിലേക്ക് ഒരു ഫാമിലി സഹിതം വരികയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ മരണപ്പെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. കുവൈത്തിലുള്ള നമ്മുടെ സജീവ പ്രവർത്തന അലവി ഹാജിയുടെ അമ്മോശൻ 2 ദിവസം മുമ്പ് മരിച്ചു എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. അല്ലാഹു അവർക്കും പുറത്തു കൊടുക്കട്ടെ. നമ്മളിൽ മരിച്ചു എല്ലാവർക്കും അല്ലാഹു പുറത്തു. അപ്പോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആള്, അദ്ദേഹത്തിന് 6 കൊല്ലത്തോളമായി മക്കളില്ല. എനിക്കും മക്കളില്ല. ഇപ്പൊ എന്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ദിക്ർ എഴുതി തരാമെന്നാണ്. സാധാരണ അച്ചടിച്ച് കൊടുക്കാൻ പ്ലെയിനിൽ അച്ചടിച്ച് ഉണ്ടാവില്ലല്ലോ. അപ്പോ അവരെ ടിക്കറ്റിന്റെ പുറത്ത് ദിക്ർ എഴുതി കൊടുത്തു. അതിൽ ഒരു ദിക്റാണ് റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാത്ത സമയത്ത് നടത്തിയ ദുആയാണ്, എന്റെ റബ്ബേ എന്നെ നീ ഒറ്റയ്ക്ക് വിട്ടേക്കരുത്, നീ അവകാശമെടുക്കുന്നവരിൽ ഏറ്റവും ഖൈറായവനാ.
എല്ലാ ആളുകളും ജനിക്കുന്നവരും മരിക്കുന്നവരുമായി ഇങ്ങനെ കഴിഞ്ഞ് അവസാനം എല്ലാം എടുക്കാനുണ്ടാകുന്നവൻ അവനാണ് അല്ലാഹ്. فواجب له الوجود والقدم كذا بقاء لا يشاب بالعدم. ആരോടും തുല്യമില്ലാത്തവനായ അല്ലാഹ്, ഒരിക്കലും അവസാനമില്ലാത്തവനായ അല്ലാഹ്, ഒരിക്കലും തുടക്കമില്ലാത്തവനായ അല്ലാഹു വൽ അവ്വലു വൽ ആഖിറു വൽ വല്ലാഹിറു വൽ ബാത്തിൻ. ആ അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ് ഉണ്ടാകുന്നത്, മറ്റുള്ളവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൈവശത്തിലുള്ളതെല്ലാം തീർന്നു പോകുന്നു. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ സ്നേഹിക്കുകയും അല്ലാഹുവിൽ ലയിക്കുകയും അല്ലാഹുവിന് വേണ്ടി ജീവിക്കുകയും അല്ലാഹുവിൽ സമർപ്പിക്കുകയും അല്ലാഹുവിൽ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് നേടിയെടുക്കലാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. അങ്ങനെയുള്ളവർക്കാണ് റബ്ബിന്റെ കാരുണ്യം ലഭിക്കുന്നത്. സ്ഥാനമാനം ചിന്തിക്കാതെ, അതുപോലെ മറ്റ് കാര്യലാഭം ചിന്തിക്കാതെ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റേതെല്ലാം എന്റെ റബ്ബിനാണ് എന്ന് സമർപ്പിക്കുക. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു തആല അവർക്ക് ഖൈറായ മക്കളെ കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് വളരെ നല്ല ഒരു ദിക്റാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ, റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. ഞാൻ ഏകദേശം 23 കൊല്ലം മുമ്പ് അബുദാബിയിൽ മഫറഖ് ഹോസ്പിറ്റലിൽ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അന്ന് ഇറാഖ് കുവൈത്ത് പിടിച്ച സമയമാണ്, 90-ലാണെന്നാണ് എന്റെ ഓർമ്മ. യൂസുഫ് ഹാഷിം ദിഫാഇ, അല്ലാഹു അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കട്ടെ. ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, സയ്യിദാണ്, വലിയ ആലിമാണ്, കുറെ കിതാബുകളൊക്കെ എഴുതിയ ആളാണ്. മുമ്പ് കുവൈത്തിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം. ഇറാഖ് കുവൈത്ത് പിടിച്ചിരുന്ന സമയത്ത് UAE-യിൽ വന്ന് അന്ന് ആസ്പത്രിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് കാണാൻ പോയപ്പോ അദ്ദേഹം ആർക്കോ ഒരാൾക്ക് മക്കളില്ലാത്ത ആൾക്ക് ദിക്ർ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോ ഞാൻ അതിന്റെ ഇജാസത്ത് വാങ്ങി. അങ്ങനെ അദ്ദേഹം എനിക്ക് ഇജാസത്ത് തന്നു. റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ എന്ന ദിക്ർ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇജാസത്ത്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കുറ്റിയാടി വന്നാൽ കുറെ ആളുകൾ ഇങ്ങനെ കുട്ടികളെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അത് ഏകദേശം മക്കളില്ലാഞ്ഞിട്ട് മക്കളെ കിട്ടിയ ആളുകളായിരിക്കും. അപ്പോ അല്ലാഹു തആല എല്ലാവർക്കും കൂടെ, ഇന്നലെ വേറൊരാൾക്ക് എഴുതി കൊടുത്തു, മിന്നാന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല പലവത്താക്കട്ടെ, കൊടുക്കുന്നവൻ അള്ളയാണ്. അതൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പുറമെ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ർ മക്കളില്ലാത്തവർക്ക് വളരെ നല്ലതാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് മക്കളില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാത്തത്? അസ്തഗ്ഫിറുല്ലാഹൽ അസീം, മഹാനായ അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് അല്ലാഹുവിനോട് മാപ്പി ചോദിക്കുന്ന ദിക്ർ എന്തേ വർദ്ധിപ്പിക്കാത്തത്? സദഖ എന്താ വർദ്ധിപ്പിക്കാത്തത്? മക്കളില്ലാത്തവർ ചെയ്യേണ്ട രണ്ട് കാര്യം, ഒന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ർ വർദ്ധിപ്പിക്കും, മറ്റൊന്ന് സദഖ വർദ്ധിപ്പിക്കും. മക്കളില്ലാത്ത വലിയ വലിയ ചില പണക്കാരുണ്ടാവും, മക്കളുണ്ടാവില്ല. ആൾക്കാർക്ക് തോന്നും പിരിവിന് പോയാൽ നല്ല പൈസ കിട്ടും, ചിലപ്പോൾ 5 കിട്ടൂല. ഈ മക്കളില്ലാത്ത ആളുകളെ കൂട്ടത്തിൽ കൊടുക്കാൻ താല്പര്യമുള്ളവർ വളരെ കുറവായിരിക്കും. മക്കളുള്ളവർ കൊടുക്കും പോലെ മക്കളില്ലാത്തവർക്ക് കൊടുക്കാൻ ധൈര്യം ഉണ്ടാവില്ല. സാധാരണ നിലയ്ക്ക് എല്ലാവരും അങ്ങനെയാണെന്നല്ല, നന്നായിട്ട് കൊടുക്കുന്ന എല്ലാവരും ഉണ്ട്. മക്കളില്ലാത്തവര് തീർത്തും കൊടുക്കുന്നവരും ഉണ്ട്. അതേസമയത്ത് ഏകദേശം ആളുകളും മക്കളില്ലാത്തവർക്ക് കൊടുക്കാൻ വളരെ മടിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എന്തേ സദഖ വർദ്ധിപ്പിക്കാത്തത്, എന്തേ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാത്തതെന്ന് ചോദിച്ചു. അദ്ദേഹം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു, സദഖ വർദ്ധിപ്പിച്ചു. അല്ലാഹു തആല അദ്ദേഹത്തിന് കുട്ടിയെ കൊടുത്തു എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്റും കൂടി ഞാൻ പറഞ്ഞു കൊടുത്തു. അതിന്റെ പുറമെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സലാത്ത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അപ്പോ അതുകൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയും, നിന്റെ പ്രശ്നം, നിന്റെ ടെൻഷൻ അല്ലാഹു തആല ഇല്ലാതെയാക്കി തരുന്ന സലാത്ത് വർദ്ധിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് സലാത്തും കൂടി അതിന്റെ കൂടെ ഉണ്ടായാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം സലാത്തും കൂടി ഉണ്ടായാൽ കൂടുതൽ നല്ലതാണ്. അങ്ങനെ 3 ദിക്ർ എഴുതി കൊടുക്കലുണ്ട്. 21 കൊല്ലമായിട്ട് മക്കളില്ലാത്ത റഹീം ഹാജി അങ്ങനെ കൊടുത്തവരുണ്ട്. ഇല്ല ഞാൻ പറഞ്ഞില്ല. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ ചിലരുണ്ട്. മഞ്ചേരി ഉണ്ട് ഒരാൾ, നമ്മുടെ ഹിക്കമയൊക്കെ സ്ഥലം കൊടുത്ത ഒരാൾ. അയാൾ മക്കളില്ലാത്ത ആളാണ്, പക്ഷെ അദ്ദേഹം നന്നായിട്ട് കൊടുത്ത ആളാണ്. അങ്ങനെ ഉണ്ട്. എനിക്ക് തന്നെ അറിയും ഒരാള് അദ്ദേഹത്തിന്റെ സ്വത്ത് തീർത്തും സിറാജിൽ വെക്കാൻ തരാമെന്ന്. ഞാൻ അവന് തീർത്തും വേണ്ടാതെ തീർത്തും വേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് സംഭാവന കിട്ടിയാൽ മാത്രം പോരല്ലോ, നമുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പൊ അയാൾക്ക് ചില കുടുംബങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഒന്നും വെക്കാണ്ട് തീർത്തും കൊടുക്കണ്ട, കുറച്ച് കുടുംബങ്ങൾക്ക് അവിടെ വെച്ചിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കിട്ടുന്ന എല്ലപ്പാണെങ്കിൽ വാങ്ങലല്ല, വാങ്ങുന്ന സമയത്ത് ആലോചിച്ചിട്ട് വാങ്ങലാണ്. ഇന്നലെ ഞാനൊരു സ്ഥലത്ത് ഒരു പീടിയെ പോയി ഇതായിരുന്നു അബുദാബി. അപ്പൊ എനിക്ക് ഒരു 200 ദിർഹം വന്നു. ഞാൻ ചോദിച്ചു ഇത് എന്തിനാണെന്ന് ചോദിച്ചു. നിങ്ങൾക്കാണോ? ഞാൻ എനിക്ക് തൽക്കാലം ആവശ്യമില്ല, എന്റെ കൂടെ ഒരു കുട്ടി, അയാൾക്ക് വീടില്ല, അത് അയാൾക്ക് കൊടുക്കാം, 100 അയാൾക്ക് കൊടുക്കാം, 100 സിറാജിൽ കൊടുക്കാന്ന് പറഞ്ഞു. അതേസമയത്ത് എനിക്ക് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് വേറെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്, കിട്ടുന്നുണ്ട്, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് എല്ലാം കിട്ടുന്നെല്ലാം വാങ്ങി കീശയിലിടുക, വാങ്ങുക എന്നതല്ലാതെ ഞാൻ പറഞ്ഞ അർത്ഥം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യണം എന്നുള്ള നിലക്ക് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, കുറേങ്ങൾ കൊടുത്തോളി, കുറച്ച് നിങ്ങളവിടെ വെക്കുകയും ചെയ്തോളി എന്ന് പറഞ്ഞു. അയാളിപ്പം ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും കൊടുക്കട്ടെ. അപ്പോ അത് ഒരു വിഷയമാണ്. ഏതായിരുന്നാലും പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഫലം തരട്ടെ. ഇതിന്റെ ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമുക്ക് എത്ര മണിക്കാണ് പരിപാടി നിർത്തല് സാധാരണ? ഇബ്നു ഖത്താബിന്റെ ഖുത്ബ തീർക്കണല്ലോ. അസ്റൂരിയൊന്നും ആവൂല. ഇന്ന് നേരം വെളുത്തിട്ട് ഒന്നും കഴിച്ചില്ല. അപ്പോ നീട്ടി സംസാരിക്കുന്നില്ല, എനിക്ക് പോവുകയും വേണം. പഴയ പോലെ വിട്ട് നടക്കുന്നില്ല. മുമ്പ് അസറായാലും പിന്നെയും വേദ പറയില്ല. ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്, അതാദ്യം അങ്ങ് പറയാം. നമ്മളെ ഈ പള്ളിക്ക് ഒരു ജനറേറ്റർ വേണം. അപ്പൊ അതിന് സഖാഫി പറഞ്ഞു 1.5 ലക്ഷം റുപ്യ കിട്ടിയിട്ടുണ്ട്. ഇനി എത്ര വേണ്ടത്? 2.5 ലക്ഷം റുപ്യ. 2.5 ലക്ഷം റുപ്യ ഈ റമദാൻ മാസത്തിൽ ഈ പള്ളിയിൽ നിന്ന് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമായിട്ട് എനിക്ക് തോന്നില്ല. നമ്മളെ ഖബറിൽ വെളിച്ചം കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ. പള്ളിയിൽ ലൈറ്റും ഫാനും അതുപോലെ AC ഒക്കെ വർക്ക് ചെയ്യാന് ഇപ്പൊ കറണ്ട് പോയാൽ നമ്മൾ എന്താ ചെയ്യാ? അതുപോലെ വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണല്ലോ. അപ്പൊ അതിനൊരു ജനറേറ്ററിന് നിങ്ങളൊക്കെ സഹായിക്കണം. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ലാസ്റ്റ് പേര് ചോദിക്കപ്പോ ഇടയ്ക്ക് പേര് ചോദിച്ചിട്ട് സമയം പോക്കുന്നില്ല. നല്ല നീയത്തോടെ ഓരോരുത്തർ ഒന്ന് അങ്ങ് പറഞ്ഞു കൊടുത്താൽ പിന്നെ എനിക്ക് സമയം കുറെ അസമയം കൂടി വരങ്ങി. അതുകൊണ്ട് ഇപ്പൊ ഒരു ജനറേറ്റർ സ്വന്തമാക്കാനാ ഭംഗി. പക്ഷെ 1.5 കിട്ടിയത് കൊണ്ട് അതിപ്പോ അതിന് തന്നെ ചെലവഴിക്കണല്ലോ, വേറെ ഒന്നും ചെലവഴിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ബാക്കി ഉള്ള 2.5 ഏറ്റാ മതി. വളരെ പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമാണ്. ഒരാൾ 1 ലക്ഷം, ഒരാൾ 1 ലക്ഷം, ഒരാൾ 1/2 ലക്ഷം ആണെങ്കിൽ വേഗം കഴിയും. ഇനി അരവീതം പറയുകയാണെങ്കിൽ 5 ആള് പറഞ്ഞാൽ 2.5 ലക്ഷം റുപ്യ എങ്ങനെയാവും? അല്ലാണ്ട് പറഞ്ഞാലും ആവൂലെന്നല്ല, നമുക്ക് വേഗം പണി കഴിക്കാതെ ഞാൻ പറഞ്ഞു. കൊടുക്കുന്നവർക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. എന്ന് പറഞ്ഞു, നീ നിന്റെ പണം 2ആക്കി തിരിക്കണം. എന്നിട്ട് 1 റുപ്യ നീ നിന്റെ കുടുംബത്തിനും നിനക്കും ചെലവഴിക്കുമ്പോൾ 1 റുപ്യ നിന്റെ ആഖിറത്തിന് വേണ്ടി നീ ഉണ്ടാക്കി വെക്കണം. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നല്ല, സദഖ ജാരിയാണ്. എപ്പോഴും ആൾക്കാരിങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അത് വലിയ പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കൽ കിട്ടും. അതിലെല്ലാവരും സഹകരിക്കും. പിന്നെ ഒന്നുകൂടി, അതാണ് ആദ്യം പറഞ്ഞതാണ്, പിന്നെ ഒന്നുകൂടി ചെറിയൊരു സ്ലിപ്പ് നിങ്ങൾക്ക് വിതരണം ചെയ്യണം. ഇത് സിറാജുൽ ഹുദയുടെ സ്ലിപ്പാണ്. ഇത് നിങ്ങളിപ്പോ തരണ്ട. നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളെ പേരും വീട്ടുപേരും പോസ്റ്റും ജില്ലയും പിൻകോഡും മൊബൈൽ നമ്പറൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ഇതിലൊരു കള്ളിയുണ്ട്, ആ കള്ളി ഒന്ന് ടിക്ക് ചെയ്തിട്ട് പൈസ അടക്കം പിന്നെയും കൊടുത്തേച്ചാൽ മതി. ഇപ്പൊ തരണമെന്നില്ല. അപ്പൊ ഇത് ഇപ്പൊ നമുക്ക് 2.5 ലക്ഷം റുപ്യ ഇപ്പൊ ഉണ്ടാക്കണം ഈ പള്ളിന്റെ ആവശ്യത്തിന്. ഇത് മർക്കസിന്റെ കെയർ ഓഫുള്ള പള്ളി. മർക്കസ് തന്നെ നമ്മളൊക്കെ ഉമ്മയാണ്, നമ്മൾ പോറ്റി വളർത്തിയ ഉമ്മയാണ്. അല്ലാഹു തആല മർക്കസിന് ഇനിയും പുരോഗതി നൽകുക. എല്ലാ ദീനീ സ്ഥാപനങ്ങൾക്കും അല്ലാഹു പുരോഗതി നൽകുക. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കും മറ്റ് ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും ഒക്കെ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും നമുക്കും ഏറ്റിത്തരുമാറാണ്. അപ്പൊ ഇതൊന്നും ഇടക്ക് നിങ്ങൾക്ക് തരുമ്പോ, ഇത് സിറാജുൽ ഹുദ അത്
എല്ലാവർക്കും സിറാജ് അറിയാത്ത ഒരു സദസ്സിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ഒന്ന് പറയാം. ഒരു കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ചിഹ്നവും ഇല്ലാതിരുന്ന ഒരു പ്രദേശമാണ് കുറ്റ്യാടി. നേരത്തെ വലിയ വലിയ ഔലിയാക്കളും സയ്യിദന്മാരും ആലിമീങ്ങളും വലിയ വലിയ ആൾക്കാരൊക്കെ ജീവിച്ചു വന്ന ഒരു സ്ഥലമാണ്. വലിയ ഒരു മഖ്ബറ അവിടെ ഉണ്ടായിരുന്ന ഒരു സയ്യിദിന്റെ മഖ്ബറ ഉണ്ടായിരുന്നു. ആ മഖ്ബറയിൽ കിടക്കുന്ന സയ്യിദിന്റെ പേരിൽ ആഴ്ചതോറും അവിടെ ഭക്ഷണം വരാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള വളരെ വലിയ ഒരു ആത്മീയ കേന്ദ്രമായിരുന്നു പഴയകാലത്ത് കുറ്റ്യാടി എന്ന് പറയുന്ന പ്രദേശം. പിൽക്കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ആ സ്ഥലം കൈയടക്കി 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന് ഒരു പള്ളിയും മദ്രസയും ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടായി. പിന്നെ അവിടെ ദിക്റില്ല, സലാത്തില്ല, ഖുർആനോത്തില്ല, തൽഖീനില്ല, അതുപോലെ മരിച്ച വീട്ടിൽ മരിച്ചാൽ ദുആയില്ല, അതുപോലെ മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കലില്ല. അങ്ങനെ തുടങ്ങി ഒരു ശിആറുകളും സുന്നത്ത് ജമാഅത്തിനില്ല, 11 മഹല്ലിലില്ല. അപ്പോഴാണ് അൽഹംദുലില്ലാഹ് ഒരു ഓല ഷെഡ് കെട്ടിയിട്ട് സിറാജുൽ ഹുദ എന്ന സ്ഥാപനം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് റബ്ബിന്റെ മേൽ തവക്കുലാക്കി 19 സെന്റ് സ്ഥലത്ത് തുടങ്ങിയത്. ഇന്ന് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അതിന്റെ പേരിൽ 75ഓളം പള്ളികളും 35ഓളം മദ്രസകളും അതുപോലെ 10,000-15,000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. 1000ഓളം കുട്ടികൾ താമസിച്ചു പഠിക്കുന്നുണ്ട്. അതിൽ ഖുർആൻ മനഃപ്പാടമാക്കുകയും അതേസമയത്ത് തന്നെ SSLC പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടെ ജയിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് നൂറുകണക്കിന് കുട്ടികളുള്ളത്. അങ്ങനെ തുടങ്ങി ദഅവാ കോളേജും ശരീഅത്ത് കോളേജും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് 788ഓളം സ്റ്റാഫുകൾ സേവനം ചെയ്യുന്നുണ്ട്. 1000ഓളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. ഒരു മാസത്തിൽ ചെലവ് കഴിയാൻ ഏകദേശം 60-65 ലക്ഷം ഉറുപ്പികയോളം ചെലവിന് മാത്രം വേണം. അൽഹംദുലില്ലാഹ് 25 ലക്ഷം ഉറുപ്പികയോളം മാസത്തിൽ നേർച്ച കിട്ടുന്നുണ്ട്. നേർച്ചയ്ക്ക് വലിയ ഫലം അല്ലാഹു തആല കൊടുത്തതുകൊണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വന്നാൽ ഇങ്ങനെ ആൾക്കാർ നേർച്ച തരാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു വലിയ ഫലം, അത്ഭുതകരമായ ഫലം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സ്ഥാപനത്തിന്റെ ദൈനംദിന ചെലവിലേക്ക് വലിയ ഭാരിച്ച ചെലവ് വരുന്നതുകൊണ്ട് ഒരു ബിൽഡിംഗ്, ചെറിയ ഒരു ബിൽഡിംഗ്, വലുതല്ല, ചെറിയൊരു ബിൽഡിംഗ്, ഒരു 10-20 റൂമുള്ള ഒരു ബിൽഡിംഗ് അവിടെ തന്നെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു 10-20 റൂമുകളുള്ള ബിൽഡിംഗിന്റെ പണി തീരാറായിരുന്നു. നേർച്ച പോകുന്നതിനെല്ലാം ഇങ്ങനെ നേർച്ച കിട്ടും സാധാരണ. അപ്പൊ അതിന് ആ ബിൽഡിംഗിന്റെ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് 10,000 രൂപ, അര സ്ക്വയർ മീറ്ററിന് 5,000, 4 സ്ക്വയർ മീറ്ററിന് 2,500. അതുപോലെ ഇനി അതിൽ കുറച്ചു കൊടുത്താലും വാങ്ങൂലെന്നൊന്നല്ല, അതിന് നിങ്ങൾക്ക് കഴിയുന്നത് കൊടുത്തിട്ട് നിങ്ങളെ കവറ് പിന്നീട് തിരിച്ച് നമ്മളെ സഖാഫിനെ ഏൽപ്പിച്ചാൽ ഞാൻ പിന്നീട് വന്ന് വാങ്ങിച്ചോളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അതിലിടയ്ക്ക് നമ്മളെ ജനറേറ്റർ നിർബന്ധമായിട്ടും കിട്ടുകയും വേണം. എന്റെ വിഷയം തീരാതെയായി പോകുന്നത് ഞാൻ വിഷയത്തിലേക്ക് കടന്നു പോവുകയാണ്. സുഹൃത്തുക്കളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാണ് പറഞ്ഞത്, വാരിസീങ്ങളായി നിങ്ങൾക്ക് അനന്തരക്കാരായി ഓരോരുത്തർ ഇങ്ങനെ വരും. എന്റെ ബാപ്പ നിർമ്മിച്ച വീട്ടിൽ ഇന്ന് ബാപ്പ താമസിക്കുന്നില്ല. എന്റെ ബാപ്പ ഉണ്ടാക്കി വെച്ച കട്ടിലിൽ ഇന്ന് ബാപ്പ കിടക്കുന്നില്ല. എന്റെ ബാപ്പ കുഴിച്ചിട്ട് വളർത്തിയ മാവിൽ നിന്ന് മാങ്ങ ഇന്ന് എന്റെ ബാപ്പ പറിക്കുന്നില്ല. എന്റെ ബാപ്പ നട്ടു വളർത്തിയ തൈയിൽ നിന്ന് ഇപ്പോൾ ബാപ്പ തേങ്ങ പറിക്കുന്നില്ല. അത് അനന്തരക്കാരായ ഞങ്ങളുടെ കൈവശത്തിലാണ്, ഞങ്ങൾ എടുക്കുകയാണ്. ഇതുപോലെ ഓരോ മനുഷ്യനും അവന്റെ അവകാശികൾക്ക് അത് വിട്ടുകൊടുക്കേണ്ടി വരും. എന്നാൽ അവസാനം എല്ലാ അവകാശങ്ങളും എടുക്കാൻ ബാക്കിയുള്ളവൻ അല്ലാഹു തന്നെ. ആ അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹുവിലേക്ക് നിങ്ങളെല്ലാവരും പോകേണ്ടി വരും. ഇത് പറഞ്ഞുകൊണ്ട് ഇബ്നുൽ ഖത്താബ് നിങ്ങൾ പറഞ്ഞു, ഫീ കുല്ലി യൗമിൻ തുശയ്യിഊന ഗാദിയൻ വറായിഹൻ ഇലല്ലാഹി ഖദ് ഖദാ നഹ്ബഹു. ഓരോ ദിവസവും അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന മരിച്ചുപോയ ആളുകളെ നിങ്ങൾ അതാ മരണത്തിന് ശേഷം പരിപാലനം നടത്തി കുളിപ്പിച്ച് കഫൻ ചെയ്ത് അതായി നിസ്കരിച്ച് നിങ്ങൾ കൊണ്ടുപോയി അല്ലാഹുവിലേക്ക് യാത്രയാക്കുന്നില്ലേ? എത്ര ആളുകളെ നിങ്ങൾ യാത്രയാക്കിപ്പോയി ജീവിതത്തിൽ. ഇന്നക്കും ഫീ കുല്ലി യൗമിൻ തുശയ്യിഊന ഖാദിയൻ വറാഹിഹൻ ഇലല്ലാഹി തആല അത് ഖദാ നഹ്ബഹു, മരണം സംഭവിച്ചവരെ നിങ്ങൾ ദിനേന അല്ലാഹുവിലേക്ക് യാത്രയാക്കുന്നില്ലേ? വൻഖദാ അജലുഹു,
അവന്റെ അവധി എത്തിയപ്പോൾ അവൻ മരണപ്പെട്ടുപോയി. ഈ പാവപ്പെട്ട എന്റെ അവധി എത്രയാണെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കവർ വാങ്ങി പിന്നീട് സഖാഫിയുടെ കയ്യിൽ കൊടുത്തോളൂ, ഞാൻ വാങ്ങാമെന്ന് ഇൻഷാ അല്ലാഹ്. അത് ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞതാണ്. പക്ഷെ എന്റെ യാത്ര ഏത് ദിവസത്തിലാണ് എന്നതിനെ കുറിച്ച് എനിക്ക് മുന്നറിയിപ്പില്ല, എനിക്ക് വിവരമില്ല. അങ്ങനെ വിവരം കിട്ടുന്ന ചില മഹാന്മാരൊക്കെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ദിവസമായപ്പോ നന്നായി കുളിച്ച് വൃത്തിയായതിനു ശേഷം 3 കഷ്ണം തുണി കഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. മഹാനവറുകൾക്ക് നേരത്തെ തന്നെ വിവരം കിട്ടുകയാണ്. അതുകൊണ്ടായിരിക്കണമല്ലോ 3 കഷ്ണം തുണി കൊണ്ടുവന്ന് അത് ശരീരത്തിൽ പുതച്ചിട്ട് സഹീഹുൽ ബുഖാരി നെഞ്ഞിലേക്ക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് മഹാനവറുകൾ മരിക്കാൻ കിടന്നു. ആ കടത്തത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്തായിപ്പോയി. സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ചില മഹാന്മാരുണ്ട്. അല്ലാഹു തആല അവരെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചം ഏറ്റിത്തരട്ടെ. അവരെ പിന്തുടർന്ന് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അവരെ സ്നേഹിച്ചു എന്നതല്ലാതെ നമ്മുടെ കൈവശത്തിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. ആ സ്നേഹത്തിന്റെ പേരിൽ അവരുടെ കൂടെ നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അബൂ ജാബിർ റളിയല്ലാഹു അൻഹു അതേ ഉഹുദ് യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ ജാബിറേ, നാളെ ഉഹുദ് യുദ്ധം നടന്നാൽ ഇന്നീ ലാ ഉറാനി ഇല്ലാ മഖ്തൂലൻ ഫീ അവ്വലി മൻ ഖുതില, ആദ്യമായി ഉഹുദ് യുദ്ധത്തിൽ വെച്ച് ഷഹീദായി മരിക്കുന്നവൻ ഞാനായിരിക്കും കേട്ടോ. ഒന്നാമതായി മരിക്കുന്നവൻ ഞാനായിരിക്കും കേട്ടോ. എനിക്ക് നിന്നോട് പറയാനുള്ളത്, എനിക്ക് പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ നീ സംരക്ഷിക്കണം. എനിക്ക് കടങ്ങളുണ്ട്, ആ കടങ്ങൾ നീ വീട്ടണം. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ബാപ്പ വസിയ്യത്ത് ചെയ്യാണ്, നാളെ ആദ്യം മരിച്ചു വീഴുന്നത് ഞാനായിരിക്കും. അത് ബുഖാരിയിലുള്ള ഹദീസാണ്. സുഹൃത്തുക്കളെ, പറഞ്ഞതുപോലെ പിറ്റേ ദിവസം അതാ ജാബിർ റളിയല്ലാഹുവിന്റെ പിതാവ് ഉഹുദ് യുദ്ധത്തിൽ വെച്ച് ആദ്യമായി ഷഹീദായി മരിക്കുന്നു. മഹാന്മാരായ ഔലിയാക്കൾക്ക് മേലാൽ വരുന്ന വിഷയം പറഞ്ഞവർ പിന്നീട് വരുന്ന കാര്യം പറയാനുള്ള അറിവ് അല്ലാഹു നൽകുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് അതിന് വ്യക്തമായ തെളിവല്ലേ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ആദ്യമായി ഉഹുദ് യുദ്ധത്തിൽ വെച്ച് മരിച്ചു വീഴുന്നു. മരിച്ചതിന് ശേഷം അതാ ഷഹീദായി മരിച്ചപ്പോ ഉഹുദ് യുദ്ധത്തിൽ 1 or 2 ആളല്ല മരണപ്പെട്ടത്, ധാരാളം സഹാബികൾ ഷഹീദായിട്ടുണ്ട്. ആ സഹാബികൾ, ധാരാളം സഹാബികൾ ഷഹീദായതുകൊണ്ട് തന്നെ ഒരു ഖബറിൽ ഒന്നിലധികം മയ്യിത്ത് വെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഖബറിൽ ഒന്നിലധികം മയ്യിത്ത് വെച്ച കൂട്ടത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ മയ്യിത്തിന്റെ കൂടെ വേറെ മയ്യിത്തും ഉണ്ട്. 6 മാസക്കാലത്തോളം ജാബിർ റളിയല്ലാഹു അൻഹു ബാപ്പയുടെ വസിയ്യത്ത് അനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ബാപ്പയുടെ കടം വീട്ടുന്നു. പക്ഷേ കടം വീട്ടാൻ വേണ്ടി നോക്കുമ്പോ അതാ പറിച്ചുകൊണ്ടുവരുന്ന ഈത്തപ്പഴം മതിയാകൂല. ആളുകളാണെങ്കിലോ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് നിന്ന് സങ്കടം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. ഈത്തപ്പന തോട്ടത്തിലൂടെ അവിടുന്ന് നടക്കുന്നു. അവിടുത്തെ ശരീരത്തിന്റെ ബറക്കത്ത് ആ ഭക്ഷണത്തിനും അതുപോലെ ഈത്തപ്പന തോട്ടത്തിനും ലഭിക്കാൻ അവിടുന്ന് ഈത്തപ്പന തോട്ടത്തിലൂടെ ഒന്ന് നടക്കുന്നു. ഈത്തപ്പഴം പറിക്കാൻ ആവശ്യപ്പെടുന്നു. ഈത്തപ്പഴം പറിച്ചു കൊണ്ടുവന്ന് വെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ ബറക്കത്ത് നേരുന്നു. അളന്നു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. മുഴുവൻ ആളുകൾക്കും കൊടുക്കാനുള്ളത് മുഴുവനും കൊടുത്തതിന് ശേഷവും മഹാനവറുകളെ കൈവശത്തിലുള്ള ഈത്തപ്പഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്തോട് വർദ്ധിച്ച് അതാ ബാക്കി നിൽക്കുന്നു.
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോ ബാപ്പ ഒരു ചെറിയ ഖബറിൽ, ബാപ്പയും മറ്റൊരാളും കൂടിയല്ലേ കിടക്കുന്നത്, ബാപ്പയെ ഒന്ന് വേറെ തന്നെ സെപ്പറേറ്റ് ഒരു ഖബർ ഒഴിച്ചിട്ട് വേറെ തന്നെ ഒന്ന് മറവ് ചെയ്താൽ എന്താണ് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു. പുതിയ ഒരു ഖബർ ഒഴിക്കുന്നു, പഴയ ഖബർ പോയി തുറക്കുന്നു, ബാപ്പയുടെ മയ്യിത്തെടുക്കുന്നു. 6 മാസം കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ശരീരത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല, ഒരു പോറലും ഏറ്റിട്ടില്ല. കാതിന്റെ ഈ സ്ഥലം തല വെച്ചിങ്ങനെ കിടന്നതുകൊണ്ടോ മറ്റോ ഒരു ചെറിയ അടയാളം പോലെ, ഒരു ചെറിയ മുറി പോലെ കാതിന് കാണാനുണ്ട്. വേറെ ഒരു പ്രശ്നവും ശരീരത്തിന് സംഭവിച്ചിട്ടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അങ്ങനെ മുൻകൂട്ടി എന്റെ മരണം ഇന്ന ദിവസമാണെന്ന് പറയാൻ കഴിയുന്ന മഹാന്മാർ അല്ലാഹുവിന്റെ ഔലിയാക്കളിലുണ്ട്, സാലിഹീങ്ങളിലുണ്ട്. അതേ സമയത്ത് എനിക്ക് പറയാനൊക്കുമോ, നിങ്ങൾക്ക് പറയാനൊക്കുമോ എന്തൊക്കെയാണ് നമ്മുടെ ഭാവിയിൽ വരുന്നതെന്നോ എത്ര ദിവസമുണ്ടെന്നോ പറയാനൊക്കുമോ? അതുകൊണ്ട് ഓരോ സമയത്തും മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്നി വൗജിസ്, നബിയെ എനിക്കൊരു വാള് പറഞ്ഞു തരണം, അത് ചുരുക്കി പറയണം എന്ന് പറഞ്ഞപ്പോ വളരെ സംക്ഷിപ്തമായി പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അവിടുന്ന് പറഞ്ഞ വാളില്ലേ, സല്ലി സലാത്ത മുവദ്ദി, നീ ഏത് നിസ്കാരത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതി യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിച്ചോ. ദുഹർ നിസ്കരിച്ചവൻ അസറിനുണ്ടാകണമെന്നില്ല, അസർ നിസ്കരിച്ചവൻ മഗ്രിബിനുണ്ടാകണമെന്നില്ല. ഈ റമദാൻ കടന്നതിന് ശേഷം പലരും മരണപ്പെട്ടില്ലേ? നമുക്ക് അല്ലാഹു വെച്ച സമയം ഏതാണെന്ന് പറയാനൊക്കുമോ? ഇതുകൊണ്ടായിരുന്നു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത സമയത്ത് കേസ് പലതും ഫയൽ പരിശോധിക്കാനുണ്ട്, പക്ഷേ ക്ഷീണം കൊണ്ടൊന്നിനും കഴിയാത്തതിനാൽ, ഇന്നലെ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചതിനാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിശ്രമിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, ബാപ്പാ പോകല്ല, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? നിങ്ങളെ കോടതിയിലുള്ള കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാതെ നിങ്ങൾ പോയാൽ നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തരവാദി ആകൂലേ? മോനെ, ഭരണാധികാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല, ഒരൽപ്പം കിടക്കാതെ നിർവാഹമില്ല. ഉറക്കം കഴിഞ്ഞ ഉടനെ ഞാൻ കോടതിയിലേക്ക് കയറും, ഫയലുകൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ മകന്റെ ചോദ്യം, അല്ലയോ ബാപ്പാ, അതുവരെ നിങ്ങൾക്ക് ആയുസ്സുണ്ട് എന്നതിന് വല്ല ഗ്യാരണ്ടിയും കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ ഈ വിശ്രമത്തിനിടയിലാണ് നിങ്ങളെ മരണം സംഭവിക്കുന്നതെങ്കിൽ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ ഭരണാധികാരം കിട്ടിയിട്ട് അതാ നീതി പുലർത്താത്ത ഭരണാധികാരികളെ കൂട്ടത്തിൽ, അതേ പ്രജകൾക്ക് കിട്ടേണ്ട അവകാശം ലഭ്യമാക്കാത്ത ഭരണാധികാരികളെ കൂട്ടത്തിൽ നിങ്ങളും പെട്ടുപോയാലോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മകന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. വല്ലാത്ത ചോദ്യമല്ലേ ചോദിച്ചത്? എന്റെ ആയുസ്സിനെ കുറിച്ച് എനിക്ക് വിവരമില്ലല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വന്ന് മകന്റെ നെറ്റി പിടിച്ചൊന്ന് ചുംബിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ വഹബനീ മിൻ ഔലാദി മൻ യുഈനുനീ അലാ ദീനീ. എന്റെ ദീനിന്റെ വിഷയത്തിൽ എന്നെ സഹായിക്കുന്ന ഒരു മകനെ എനിക്ക് അല്ലാഹു തആല ദാനം തന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിശ്രമം കൈയൊഴിക്കുന്നു. കഥാ കോടതിയിൽ വന്നിരിക്കുന്നു. കേസ് വന്നപ്പോൾ വന്ന ഒന്നാമത്തെ കേസ് അബ്ബാസിനെതിരാണ്. അബ്ബാസ് മുസ്ലിമാണ്, കേസ് കൊടുത്തവൻ അമുസ്ലിമാണ്. അബ്ബാസിന്റെ കൈവശത്തിലുള്ള സ്വത്ത് എന്റേതാണ്, അത് ഭരണാധികാരികളെ സ്വാധീനിച്ച് കൈവശപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞുള്ള കേസാണ്. കേസ് പൂർണ്ണമായി വിചാരണക്ക്
കണക്കെടുക്കുന്നു, തെളിവുകൾ പരിശോധിക്കുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒന്നാമതായി മുസ്ലിമായ അബ്ബാസിനെതിരെ അമുസ്ലിമായ മനുഷ്യന് അനുകൂലമായി കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നു. കാരണമെന്തേ? മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല, ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ ഭീകരതയില്ല, ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഇസ്ലാമിൽ അതാ അക്രമങ്ങളില്ല. ഇസ്ലാം നീതിയുടെ മതമാണ്. അതേത് മുസ്ലിമിനും നീതി വേണം, ഏത് അമുസ്ലിമിനും നീതി വേണം. നീതിക്ക് വേണ്ടിയാണ് ഇസ്ലാം. ഒന്നാമത്തെ വിധി അമുസ്ലിമിന് അനുകൂലമാണ്, മുസ്ലിമിന് പ്രതികൂലമാണ്. പക്ഷപാതത്തിന്റെ വിഷയം ഇസ്ലാമിലില്ല. സുഹൃത്തുക്കളെ, ഏത് സമയത്തും മനുഷ്യന് മരിക്കാം. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുത്ബയിൽ പറയുന്നത്, ഫതുവദ്ദിഊനഹു വതദഊനഹു ഫീ സദഇൻ മിനൽ അർളി ഗൈരി മുഅസ്സദിൻ വലാ മുമഹദ്. ദിനേന നിങ്ങൾ മരിച്ചവരെ യാത്രയാക്കുന്നില്ലേ? നിങ്ങൾ കൊണ്ടുപോയി ഭൂമി കീറിയിട്ട് വെക്കുന്നില്ലേ? തലയണി വെച്ചു കൊടുക്കാറുണ്ടോ? അല്ല കിടക്കയും വിരിച്ചു കൊടുക്കാറുണ്ടോ? നിങ്ങളിപ്പോൾ കിടക്കയിൽ കിടക്കുന്നവരല്ലേ? തലയണി വെക്കുന്നവരല്ലേ? നിങ്ങൾ സുഖമായി കിടക്കുന്നവരല്ലേ? അതുകൊണ്ട് അതില്ലാത്തൊരവസ്ഥാവിശേഷം നിങ്ങളെ സുഹൃത്തുക്കൾക്കും നിങ്ങളെ ഉമ്മബാപ്പമാർക്കും നിങ്ങൾ തന്നെ ചെയ്തു വെച്ചില്ലേ? അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, അതേ ഒരവസ്ഥാവിശേഷം നിങ്ങൾക്കും വരാൻ പോകുന്നു. അവിടെ അദ്ദേഹം ഖദ് ഖലഅൽ അസ്ബാബ വഫാറഖൽ അഹ്ബാബ്, എല്ലാ കാരണങ്ങളെയും എല്ലാ സ്നേഹിതന്മാരെയും ആ മരിച്ചവൻ വിട്ടുപിരിഞ്ഞില്ലേ? വസകനത്തുറാബ്, അവൻ മണ്ണിൽ പോയി അടങ്ങിക്കൂടിയില്ലേ? ഇനി ആ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ ഹിസാബ്, ആ ഖബറിൽ കിടക്കുന്ന സമയത്ത് തന്നെ പ്രാഥമികമായ അന്വേഷണങ്ങളും ചോദ്യങ്ങളുമുണ്ട്. അത് വിശ്വാസങ്ങളെ സംബന്ധിച്ചാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളെ സംബന്ധിച്ചും കൂടിയുള്ള ചോദ്യങ്ങളും വിചാരണകളും അവൻ നേരിടാൻ പോവുകയാണ്. അവൻ എന്താണോ ഇവിടെ കൈയൊഴിച്ചു വെച്ചത് അതുകൊണ്ട് അവന് കാര്യം കിട്ടുന്നില്ല. അവൻ എന്താണോ ആഖിറത്തിലേക്ക് മുന്തിച്ചു വെച്ചത് അതിലേക്ക് ആവശ്യമുള്ള സമയം അവന് വരികയാണ്. അതുകൊണ്ടോ ജനങ്ങളെ, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവിനെ ഭയപ്പെട്ടും സ്നേഹിച്ചും അവൻ കൽപ്പിച്ചത് ജീവിതത്തിലെടുത്തും അവൻ വിരോധിച്ചത് കൈയൊഴിച്ചും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ. ഖബല നുസൂലിൽ മൗത്ത്, മരണം വന്നിറങ്ങുന്നതിന് മുമ്പ് തഖ്വയോടുകൂടെ ജീവിച്ചോ. വൻഖിളാഹി മവാഖീതിഹി, സമയം തീരുന്നതിന് മുമ്പ് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുതുബയാണ് ഇത്. പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞൊരു വാചകമുണ്ട്. പ്രസംഗിക്കുന്ന എനിക്കൊരു പക്ഷേ ഞാനൊരു നല്ലവനെന്ന് തോന്നിക്കൂടാ. ഒരിക്കലും തന്നെ ഒരു നേതാവിനും ഒരു പണ്ഡിതനും ഒരു മഹാനും ഒരു വ്യക്തിക്കും ഞാനൊരു വലിയവനെന്ന് തോന്നിക്കൂടാ. എന്നെക്കാൾ വലിയവരാണ് എന്റെ സദസ്സിലുള്ളവർ, എന്നെക്കാൾ വലിയവരാണ് എന്റെ കൈപിടിക്കുന്നവർ, എന്നെക്കാൾ വലിയവരാണ് എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നവർ. ഞാനൊരു വലിയവനല്ല, വലിയവനൊന്നേ ഉള്ളൂ, അവൻ അല്ലാഹു മാത്രമാണ്. അവന്റെ അടുക്കൽ ആരാണ് വലിയവനെന്ന് തീരുമാനിക്കാൻ എനിക്കധികാരമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ നമ്മെ മുന്നിൽ നിർത്തി ബേക്കിൽ നിന്ന് നിസ്കരിക്കുന്നവർ അല്ലാഹുവിന്റെ അടുക്കൽ നമ്മളെക്കാൾ വലിയവരാകാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭക്തിയോട് ആമീൻ പറയുന്ന സാധാരണക്കാരൻ ഒരുപക്ഷേ പ്രാർത്ഥിക്കുന്ന പണ്ഡിതനേക്കാൾ വലിയവരാകാം.
ഓ സുഹൃത്തുക്കളെ, കൈപിടിച്ച് ചുംബിക്കുന്നവൻ അവന്റെ കൽബ് ചുംബിക്കപ്പെടുന്നവനേക്കാൾ എത്രയോ നല്ലതാകാം. അല്ലാഹുവിനല്ലേ അറിയൂ അവൻ ആരെയാണ് തെരഞ്ഞെടുത്തതെന്നറിയൂ, ആർക്കാണ് വിജയമെന്നറിയൂ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ കൽബിൽ കിബ്ർ, ഉജുബ്, റിയാ, ഹസദ്, അമലി, റുസ്, ബിദ്അത്ത്, ശഹ്വത്ത്, ഗളബ് തുടങ്ങിയ ഒരു രോഗവും നീ തന്നേക്കരുത് റഹ്മാനെ. താഴ്മയുള്ള അടിമകളായി ജീവിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. സുഹൃത്തുക്കളെ, എനിക്ക് വേണ്ടി മറ്റൊരാൾ പ്രയാസപ്പെടരുതെന്നും മറ്റൊരാൾക്ക് വേണ്ടി എനിക്കെത്രയും പ്രയാസപ്പെടാമെന്നുമുള്ള ചിന്ത നമുക്ക് വേണം. ഇങ്ങോട്ടൊരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ അങ്ങോട്ട് വല്ല തെറ്റും ചെയ്തു പോയോ എന്ന് ചിന്തിക്കണം. ഒരാൾ മനഃപൂർവ്വം നമ്മോട് തെറ്റ് ചെയ്താൽ തന്നെ അത് പുറത്തു കൊടുക്കാനും അപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അതേ സമയത്ത് നമ്മളൊരാളോട് തെറ്റ് ചെയ്താൽ അതിന് മാപ്പ് ചോദിക്കാനുള്ള മനസ്സും നമുക്കുണ്ടാകണം. അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളെല്ലാം മറന്നു കളയണം. അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളെല്ലാം മറന്നു കളയണം. ഇങ്ങോട്ട് ചെയ്തു തന്ന ഉപകാരങ്ങളെല്ലാം ഓർമ്മിക്കണം. ഇതുപോലെ നമ്മളതാ നന്ദിയുള്ള അടിമകളാകണം. റബ്ബിന് നന്ദി ചെയ്യണം, ഉപകാരം ചെയ്തവർക്ക് നന്ദി ചെയ്യണം. അതേ മല്ലം യസ്കുരിന്നാസ ലം യസ്കുരില്ലാ. മനുഷ്യന് നന്ദി ചെയ്യാത്തവൻ അല്ലാഹുവിന് നന്ദി ചെയ്യൂല. പോറ്റി വളർത്തി പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഉസ്താദുമാരോട് നന്ദിയില്ലാത്തവർ, അതേ പോറ്റി വളർത്തിയ ഉമ്മവാപ്പയോട് നന്ദിയില്ലാത്തവർ, കുടുംബത്തോട് നന്ദിയില്ലാത്തവർ, സമൂഹത്തോട് നന്ദിയില്ലാത്തവർ, സഹായ സഹകരണങ്ങൾ ചെയ്തവരോട് നന്ദിയില്ലാത്തവർ, ലം യസ്കുരില്ലാ, അവർ അല്ലാഹുവിന് നന്ദി ചെയ്യൂല. അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവർ സൃഷ്ടികൾക്കും നന്ദി ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങോട്ട് ആരെന്ത് തെറ്റ് ചെയ്താലും പുറത്തു കൊടുക്കാൻ സാധിക്കണം. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി വരുമ്പോ വളരെ പ്രധാനപ്പെട്ട ദുആ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് റബ്ബിനോട് പറയുമ്പോ ഞാൻ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ, അല്ല ഞാനൊരു വാശിക്കാരനാണോ എന്ന് സ്വന്തം ശരീരത്തോട് ചോദിക്കണം. സ്വന്തം കുടുംബവുമായി മിണ്ടാത്ത ജനങ്ങളില്ലേ, ലൈലത്തുൽ ഖദ്റിന്റെ അന്നും അവരെ ദുആക്കുത്തരമില്ല, അവരെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഒരു മോമിനും വേറൊരു മോമിനും തമ്മിൽ തെറ്റി നടന്നാൽ പോലും, അതേ മിണ്ടാതെ നടന്നാൽ പോലും അവന്റെ അമല് സ്വീകരിക്കപ്പെട്ടതായി രേഖപ്പെടുത്തൂല. അതുകൊണ്ട് നല്ല നല്ല രാത്രികൾ വരുന്നു. 17-ാം രാവ് വരുന്നു, 21-ാം രാവ് വരുന്നു, 23-ാം രാവും 25-ാം രാവും 27-ാം രാവും 29-ാമത്തെ രാവും വരുന്നു. അതെല്ലാം വളരെ പ്രധാനപ്പെട്ട രാത്രികളാണ് സുഹൃത്തുക്കളെ. അപ്പോഴെല്ലാം റബ്ബ് നമുക്ക് ദുആക്കുത്തരം തരണമെങ്കിൽ, നമ്മുടെ അമലുകളല്ല സ്വീകരിക്കണമെങ്കിൽ കുടുംബബന്ധം ചേർക്കുന്നവരാകണം. കുടുംബത്തിലൊരാളുമായി തെറ്റി ജീവിക്കരുത്. ഇങ്ങോട്ട് തെറ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ അങ്ങോട്ട് നന്നാകാൻ നോക്കണം. അതിന് അവർ സന്നദ്ധരല്ലെങ്കിൽ നമുക്ക് നിർവാഹമില്ല. നമ്മൾ അങ്ങോട്ട് നന്നാകാൻ നോക്കണം. സിലത്തുർ റഹ്മ എന്ന് പറഞ്ഞാൽ കുടുംബം ഒന്ന് ചേർക്കുകയാണ്. ചേർക്കൽ എവിടെയാ? കീറിയാലല്ലേ തുന്നി ചേർക്കൽ, കീറിയില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ചേർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് തെറ്റിയവനോട് അങ്ങോട്ട് നന്നാകുക. അതിനുള്ള ഒരു വിശാല മനസ്സ് നമുക്കുണ്ടാകും. അപ്പോഴാ അല്ലാഹുവിന്റെ വിട്ടുവീഴ്ച നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു തആല അത് ലഭിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി പെരുമാറാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉപദേശത്തിന്റെ അവസാനം പറഞ്ഞു, വലാകിന്നി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. നിങ്ങളോട് മരണത്തെക്കുറിച്ചും മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ഖുത്ബ നടത്തിയ ബഅദ് പറഞ്ഞ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എന്റെ റബ്ബിനോട് മാപ്പ് ചോദിക്കുകയാണ്, ഞാൻ എന്റെ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് സുമ്മ റഫഅ ഖറഫ റിദഇഹി, അവിടുന്ന് അതാ ധരിച്ച തട്ടമുണ്ടല്ലോ
ആ തട്ടത്തിന്റെ തലയങ്ങോട്ടുയർത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് ഈ ഉപദേശം നൽകിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്നിട്ട് റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ട് അതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുത്തെ തട്ടമെടുത്ത് അല്പം പൊക്കി പിടിച്ചിട്ട് വബക്കാ, മറ്റുള്ളവരോട് ഉപദേശിച്ച സദസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങ് കരഞ്ഞു. കാരണം ഈ പാവപ്പെട്ട ഞാനും എന്നെയും യാത്രയാക്കാൻ പോവുകയല്ലേ, ഞാനും മരിക്കാൻ പോവുകയല്ലേ, ഞാൻ എന്റെ രാജാവിന്റെ മുന്നിലേക്ക് പോവുകയല്ലേ എന്ന ചിന്തയിൽ അവസാനത്തെ ഖുതുബയിൽ അവിടുന്ന് അങ്ങ് കരഞ്ഞു. ആ കരഞ്ഞുകൊണ്ടൊരു ശബ്ദം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ നിന്ന് വന്നു. മിമ്പറിൽ നിന്നിങ്ങോട്ടിറങ്ങി. പിന്നീട് വഫാത്ത് വരെ പിന്നെ മിമ്പറിൽ കേറിയിട്ടില്ല. സുബ്ഹി നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് ഒരു ഭീകരവാദിയായ മനുഷ്യൻ, മുസ്ലിമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചതിക്കാൻ വേണ്ടി പള്ളിയിൽ വന്ന് സഫിൽ നിന്ന് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അബൂലൂലത്ത് എന്ന് പറയുന്ന ദുഷ്ടൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കടാരി കൊണ്ടങ്ങ് കുത്തിയപ്പോൾ മഹാനവറുകൾ നിസ്കാരത്തിൽ വെച്ച് വീണുപോയി. വീണ സ്ഥലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വീഴുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പകരം ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ കയറ്റി അങ്ങ് നിർത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വീണുപോയി. കുത്തിയ മനുഷ്യനെ പിടികൂടാൻ വേണ്ടി സ്വഹാബത്ത് പരിശ്രമിച്ചു. അവന്റെ കടാരി കൊണ്ട് 14ഓളം ആളുകൾക്ക് കുത്തിയിട്ട് 6ഓളം ആളുകൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ കിടക്കുന്ന സ്ഥലത്ത് ബോധം നഷ്ടപ്പെട്ടുപോയി. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബത്ത് എടുത്തുകൊണ്ടുപോയി. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം. ഹദീസിൽ കാണാം, പള്ളിയുടെ മുന്നിലുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ കഴിഞ്ഞു, ബാക്കിലെ സഫിലുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സുബ്ഹിന്റെ ജമാഅത്തിന് അന്ന് പള്ളിയിൽ എത്ര പേരെ പങ്കെടുത്തു എന്നാണ് നമ്മൾ കാണേണ്ടത്. ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇമാമത്ത് നിൽക്കുന്നു. സഹാബത്തും താബിഈങ്ങളുമായ ആളുകളൊക്കെ വന്ന് തുടരുന്നു. പള്ളി ജനനിബിഡമായതിനാൽ ലാസ്റ്റിലുള്ള ആളുകൾക്ക് മുന്നിലെ സഫിലെ ഇമാമിന് കുത്തുകൊണ്ട് വീണിട്ടോ 6ഓളം ആളുകൾ മരിച്ചു വീണിട്ടോ 14ഓളം ആളുകൾക്ക് കുത്തുകൊണ്ടിട്ടോ പിന്നിലുള്ളവർക്ക് ഇമാമിന്റെ ശബ്ദം മാറിയെന്നല്ലാതെ കാര്യം പിടികിട്ടിയില്ല. അപ്പൊ അവര് ജമാഅത്തിന് കണ്ട പ്രസക്തി എത്രയാണ്. സുബ്ഹിന്റെ ജമാഅത്ത് തൊട്ടടുത്ത പള്ളിയിൽ തന്നെ അതാ റമദാനിൽ ചിലരൊക്കെ ഇറങ്ങിപ്പോകുന്നവരുണ്ട്. അതേ സമയത്ത് അല്ലാത്ത സമയം ജമാഅത്തിനൊരു വിലയും കൽപ്പിക്കാത്ത ജീവിതമല്ലേ നമ്മിൽ പലരും ചെയ്യാറുള്ളത്. ഓ മുഅ്മിനീങ്ങളെ, സലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സലാത്തിൽ ഫസ്ബി ബി 27 ദറജ. ഒന്നിന് 16 ഇരട്ടി കിട്ടുന്നത് കൊണ്ട് ദുബായിലേക്കും ഖത്തറിലേക്കുമൊക്കെ പോകാൻ ജനങ്ങൾ തയ്യാറാണെങ്കിൽ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യത്തിന് ഒന്നിന് 27 ഇരട്ടി കൊടുക്കുന്ന ജമാഅത്തിന് നമ്മൾ പ്രസക്തി കാണേണ്ടതില്ലേ? ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണുപോയി. ആ വീണ സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയി കിടത്തി. ഒരൽപ്പം പാലോ മുന്തിരിങ്ങന്റെ വെള്ളമോ ബോധം തെളിഞ്ഞപ്പോ കുടിക്കാൻ കൊടുത്തപ്പോൾ വയറ്റിൽ കൊണ്ട മുറിയിലൂടെ അതൊഴിഞ്ഞുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇനി അവ ജീവിക്കുകയില്ലെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് സമാധാനിപ്പിക്കുന്നു. നിങ്ങൾ ഇസ്ലാമിലെ ആദ്യത്തെ കക്ഷികളിൽ ഒരാളല്ലേ, നിങ്ങൾ സന്തോഷിക്കൂ. അമീറുൽ മുഅ്മിനീൻ ലിഖിദമിക ഫിൽ ഇസ്ലാം.
ഇസ്ലാമിൽ 41ാമത്തെ മെമ്പറാണെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ആദ്യം തന്നെ കടന്നു വന്ന വ്യക്തിയല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ്. അതിന്റെ ശേഷം സഹിബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാറഖക വഹുവ അൻകറാദ്. നബി തങ്ങളുടെ കൂടെ നിങ്ങൾ സഹവസിച്ച് ജീവിച്ചിട്ട് റസൂലുള്ളാഹിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിച്ചിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം കിട്ടിയിട്ടുണ്ടല്ലോ. അമ്പിയാക്കൾക്ക് മുഴുവൻ നേതാവായ നബി തങ്ങളുടെയും ഔലിയാക്കൾക്ക് മുഴുവനും നേതാവായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും പൊരുത്തം കിട്ടിയ നിങ്ങളെന്നിന് കരയണം, നിങ്ങൾ സന്തോഷിക്കൂ. നിങ്ങൾക്ക് എല്ലാ മുഅ്മിനീങ്ങളെയും പൊരുത്തമുണ്ട്, നിങ്ങൾ സന്തോഷിക്കൂ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് സമാധാനിപ്പിച്ച് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നത് എന്താണ്? ഓ ഇബ്നു അബ്ബാസേ, അതൊക്കെ എന്റെ റബ്ബെനിക്ക് തന്നതായിരിക്ക മന്നും അല്ലാഹു അലയ്യ ബിഹി. അതൊക്കെ എന്റെ റബ്ബെനിക്ക് തന്ന അനുഗ്രഹമാണ്, എനിക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എന്റെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ദുന്യാവ് മുഴുവനും ഉമറിന്റെ കൈവശത്തിലുണ്ടായിട്ട് അതെല്ലാം കൊടുത്തിട്ട് എനിക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പഴുതുണ്ടെങ്കിൽ ഞാനത് കൊടുക്കാൻ തയ്യാറാകുമായിരുന്നു. പക്ഷേ റബ്ബിന്റെ കോടതിയിൽ അങ്ങനെ രക്ഷപ്പെടാൻ കഴിയൂലല്ലോ ഇബ്നു അബ്ബാസേ. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും ആഖിറം ചിന്തിച്ചുകൊണ്ടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും കരയുകയാണ്. ചോദിക്കട്ടെ, പരിശുദ്ധ റമദാൻ വന്നു, ഇത് അല്ലാഹു അവസാനത്തെ റമദാനാക്കാതിരിക്കട്ടെ. പക്ഷേ ചോദിക്കട്ടെ, വെള്ളിയാഴ്ച രാവ് 2 കഴിഞ്ഞുപോയി, നല്ല നല്ല രാത്രികൾ കഴിഞ്ഞുപോയി. ഏതെങ്കിലും ഒരു ദിവസം ഒറ്റക്കൊരു സ്ഥലത്തിരുന്ന് ആരും കാണാതെ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാ, ആരുമില്ലാത്ത സ്ഥലത്തിരുന്നിട്ട് റബ്ബിന്റെ കോടതി ഓർമ്മിച്ചു, റബ്ബിനെ സമീപിക്കുന്നത് ഓർമ്മിച്ചു. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെ കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും മുഴുവൻ സാലിഹീകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും അവിടുത്തെ ജീവിതകാലത്ത് പിരിഞ്ഞുപോയവരും എല്ലാ മഹാന്മാരും ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സ്, നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സ്, നമ്മുടെ മുൻഗാമികളായ മാതാപിതാക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സ്, നമ്മുടെ കൂടെ ജീവിച്ച ഭാര്യമാരും മക്കളുമെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സ്. ആ റബ്ബിന്റെ കോടതി ഓർമ്മിച്ചിട്ട് റമദാനിന്റെ രാത്രികളിൽ ഒറ്റക്കിരുന്ന് കരഞ്ഞ് അവനവന്റെ ഏടുകളിൽ സ്ഥലം പിടിച്ച തെറ്റുകൾ പൊറുപ്പിക്കാൻ നമ്മൾ സമയം കണ്ടിട്ടുണ്ടോ? അതില്ലെങ്കിൽ പിന്നെ റമദാൻ വരുന്നു പോകുന്നു. അതുകൊണ്ട് എന്താണ് കാര്യം സുഹൃത്തുക്കളെ? അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് ശുദ്ധിയാകാൻ കഴിയണം, റമദാനിലൂടെ ഫിൽട്ടർ ചെയ്യാൻ കഴിയണം, റമദാനിലൂടെ ആത്മീയമായി ശുദ്ധീകരിക്കാൻ കഴിയണം. മരണത്തിനു വേണ്ടി ഒരുങ്ങി ജീവിക്കാനുള്ള സന്മനസ്സും സന്നദ്ധതയും നേടിയെടുക്കാൻ കഴിയണം. അപ്പോഴാണ് വിജയം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാന നിമിഷത്തിലും അല്ലാഹുവിന്റെ കോടതി ഓർമ്മിച്ച് കരയുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. പിന്നെയും സമാധാനത്തിനു വേണ്ടി ചെയ്തതാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട്, ഓ അബ്ദുല്ലാഹ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന സ്ഥലം, ബേക്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുന്ന സ്ഥലം, അതിന് തൊട്ടടുത്തൊരു ഖബറിന്റെ സ്ഥലമുണ്ടല്ലോ, അത് ഉമറിന് തരുമോ എന്ന് ചോദിക്കണം. ഞാൻ കിടക്കുന്നത് ആ മഹാന്മാര് കിടക്കുന്ന സ്ഥലത്തായാൽ അവരുടെ അടുക്കൽ അല്ലാഹുവിന്റെ റഹ്മത്ത് മഹാന്മാരുടെ ജാറത്തിൽ, മഹാന്മാരുടെ ഖബറിടത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമ്പോൾ അതിന്റെ ഒരംശം ഈ പാവപ്പെട്ട ഉമറിന് മരിച്ചതിന് ശേഷവും ഖിയാമത്ത് നാൾ വരെ
എനിക്കും ലഭിക്കട്ടെ എന്ന നിലക്ക് ആ സ്ഥലം ചോദിച്ചു വാങ്ങാൻ ആവശ്യപ്പെടുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ സ്വന്തം ഭർത്താവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, സ്വന്തം പിതാവാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അവരുടെ സമീപത്തൊരു ഖബറിന്റെ സ്ഥലം കിട്ടുമ്പോൾ അത് സ്വന്തം തന്നെ വേണമെന്നുദ്ദേശിച്ച് വെച്ചതാണെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടുള്ള ആദരവും സ്നേഹവും നിമിത്തം സ്വന്തത്തിന് വേണ്ടി മനസ്സിലാക്കി വെച്ച സ്ഥലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് നൽകുന്നു. അതുകൊണ്ട് ഇന്നും മദീനയിൽ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞതിന് ശേഷം ഒരൽപ്പം അങ്ങോട്ട് മാറി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞാൽ ഒരൽപ്പം മാറിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നമ്മൾ സലാം പറയുന്നു. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശങ്ങളും ബറക്കത്തും ഞങ്ങളെ ഈ സദസ്സിലും ഞങ്ങളെ എല്ലാ സദസ്സുകളിലും ഞങ്ങളെ സ്ഥാപനങ്ങളിലും ഞങ്ങളെ സംഘടനകളിലും ഞങ്ങളെ എല്ലാ വിഷയത്തിലും നീ ചൊരിക്കണം റഹ്മാനേ. ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഈ സദസ്സിന് വേണ്ടി എത്രയോ പ്രാവശ്യം എന്നെ വിളിച്ച സഖാഫിക്കും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഞങ്ങൾക്കും ഏറ്റിത്തരണം റഹ്മാനേ. ഈ സദസ്സിൽ ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്ന തങ്ങളവർക്കും അതുപോലെ ഞങ്ങളെ എല്ലാ സയ്യിദന്മാർക്കും സയ്യിദ് അലി ബാഫി തങ്ങളവർക്കും മറ്റ് ഞങ്ങളെ എല്ലാ സയ്യിദന്മാർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകണം റഹ്മാനേ. ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ഉപദേശം നൽകി നിർദ്ദേശം നൽകി ഞങ്ങളെ സ്നേഹിച്ചും ഞങ്ങളെ വളരെയേറെ ശാസിച്ചും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മഹാനായ താജുൽ ഉലമയുടെ ദറജ നീ വർദ്ധിപ്പിക്കണം റഹ്മാനേ. അതുപോലെ സയ്യിദ് ഫളൽ തങ്ങളും ജമലുല്ലൈലി തങ്ങളും സയ്യിദ് അബ്ദുദ്ദീൻ ആറ്റക്കോയ തങ്ങളും അങ്ങനെ ഒരുപാട് സയ്യിദന്മാർ അവേലത്ത് തങ്ങളും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ സയ്യിദന്മാരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉസ്താദുമാരും ആലിമീങ്ങളും മുഅ്മിനീങ്ങളും എല്ലാവരുടെയും ദറജന വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളെ അമലുകളെല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. മരണപ്പെട്ടു പോയ എല്ലാ മഹാന്മാരുടെയും ഉമ്മവാപ്പമാരുടെയും പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ.